ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 25. ഇത് ഞാൻ നേരിട്ട് വന്ന് നിന്റെ അമ്മയ്ക്ക് കൊടുക്കുമെന്ന് മാത്രമല്ല, നിന്റെ ഈ നിലപാടിനെ കുറിച്ച് അവരോട് പറയും. ഇവനല്ലേ ഈ അർജുൻ, അവൻ നിനക്ക് ചേരുന്നവനല്ല എന്നും ഞാൻ നിന്റെ അമ്മയോട് പറയും. ബാക്കി അവർ തീരുമാനിക്കട്ടെ. വനജ ദേഷ്യത്തിൽ പ്രയാഗയോട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് വിവേകിന്റെ മുഖം വിടർന്നു. പ്രയാഗയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ താനൊരു പ്രൊപ്പോസലുമായി ചെന്നാൽ അവർ എതിർക്കില്ല. ആദ്യം അവരുടെ മനസ്സ് മാറ്റണം. അതിനിത്തിരി താഴ്ന്നു കൊടുത്താലും കുഴപ്പമില്ല. വിവേക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രയാഗയുടെ അടുത്തേക്ക് ചെന്നു. സോറി പ്രയാഗ, ഞാൻ നേരത്തെ നിന്നോട് മോശമായാണ് പെരുമാറിയത്. വിവേക് വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. പ്രയാഗ തന്റെ ഗൗരവം വിട്ടുകളയാതെ പറഞ്ഞു. വാ പ്രയാഗ, നമുക്ക് താഴെയുള്ള ആന്റി കളക്ഷൻസ് കാണാം. അതെല്ലാം വളരെ നല്ലതാ. സന്ദർഭം ഒന്ന് തണുപ്പിക്കാൻ വനജ അവളെ താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. അർജുനും വിവേകും മുകുന്ദനും അവർക്ക് പിന്നാലെ പോയി. പ്രയാഗ, ഇതെല്ലാം നല്ലോണം കണ്ടോളൂ. ചിലപ്പോൾ നിന്റെ ഡിസൈനിങ്ങിന് ഉപകാരപ്പെടും. വനജ അവൾക്ക് ഓരോന്നും കാണിച്ചു കൊടുത്തു. അവൾ ഇതെല്ലാം ആവേശത്തോടെ നോക്കി. വിവേക് അർജുനെ ഒന്ന് നോക്കിയ ശേഷം പ്രയാഗയുടെ അടുത്തേക്ക് ചെന്നു. പ്രയാഗ, ഈ വളകൾ നോക്കിയേ, നന്നായിട്ടില്ലേ? അതൊക്കെ വളരെ കാലം പഴക്കമുള്ള തനി തങ്കത്തിൽ പണിഞ്ഞതാണ്. ഞാനത് നിനക്ക് വേണ്ടി വാങ്ങുവാൻ പോവുകയാണ്. നിന്റെ കൈക്ക് അത് നന്നായി ചേരും. വിവേക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രയാഗ അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നാണ് ആ നിമിഷം നോക്കിയത്. അതേസമയം തന്നെ അർജുനും അത് ശ്രദ്ധിച്ചു. അർജുൻ, ഞാനിത് പ്രയാഗയ്ക്ക് വേണ്ടി വാങ്ങുകയാണ്. നിനക്ക് സമ്മതമല്ലേ? അവൻ കളിയാക്കും പോലെ ചോദിച്ചു. ഓ പിന്നെന്താ, വാങ്ങിക്കോളൂ. പക്ഷെ അത് യഥാർത്ഥ സ്വർണമല്ല, റോൾഡ് ഗോൾഡ് ആണ്, അർജുൻ പറഞ്ഞു. നീ എന്താണ് പറയുന്നത്? അവരെല്ലാ ആഭരണങ്ങളും പരിശുദ്ധ സ്വർണത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നീ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരം ആഭരണങ്ങൾ കണ്ടിട്ടുണ്ടോ? വിവേക് ദേഷ്യപ്പെട്ടു. ഞാൻ ഇതിനു മുൻപ് ഇത് കണ്ടിട്ടില്ല. പക്ഷെ എന്റെ കണ്ണിൽ ഇതൊരിക്കലും സ്വർണമല്ല. എന്റെ കണ്ണുകൾ ഒരിക്കലും എന്നെ ചതിക്കില്ല. തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും കാണിച്ച് ടെസ്റ്റ് ചെയ്യിച്ചു നോക്കൂ, അർജുൻ വിവേകിനോട് പറഞ്ഞു. അർജുന്റെ വാക്കുകൾ കേൾക്കെ വിവേകിന് ദേഷ്യം കൂടി വന്നു. ആന്റി, ഏതെങ്കിലും ഒരു ഗോൾഡ് സ്മിത്തിനെ ഉടനെ വിളിക്കൂ. ഈ പ്രശ്നം ഇപ്പോൾ തന്നെ പരിഹരിക്കണം, വിവേക് വനജയോട് പറഞ്ഞു. അർജുൻ വെറുതെ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു ഗോൾഡ് സ്മിത്ത് വന്നാൽ അത് സ്വർണം എന്ന് തന്നെ പറയുള്ളൂ. അവൻ വെറുതെ ഹീറോയിസം കളിക്കുകയാണ്. എല്ലാം അറിയാമെന്ന ധാരണയാണ് അവന്. അതും പറഞ്ഞ് വനജ വേഗം തന്നെ ഒരു ഗോൾഡ് സ്മിത്തിനെ വിളിപ്പിച്ചു. കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് ശേഷം അയാൾ വരികയും ആ വളകൾ പരിശോധിക്കുകയും ചെയ്തു. ഇത് സ്വർണമല്ല, പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ വളകളാണ്, അയാൾ പറഞ്ഞു. വിവേക് അത് കേട്ട് ഞെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു? ഞാനല്ലേ ഇതിപ്പോൾ പൈസ കൊടുത്തു വാങ്ങിയത്? ഗോഡ്, അർജുൻ ഇത് എനിക്കെതിരെ ഉപയോഗിക്കും മുൻപേ എന്തെങ്കിലും ചെയ്യണം, അവൻ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്കാക്കി. ഹലോ ഓൾ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്തി തരാം. അയാൾക്ക് തന്റെ കണ്ണുകൾ കൊണ്ട് ഗോൾഡിന്റെ പ്യൂരിറ്റി അളക്കാൻ കഴിയും. അവൻ ശരിക്കും എന്നെക്കാളും സ്മാർട്ടാണ്. ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ അർജുൻ, പരിഹാസ്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് അവൻ അർജുനെ നോക്കി. വിവേകിന്റെ കുടുംബം വളരെ കാലം മുതലേ ആന്റിക് ഗോൾഡ് ബിസിനസ്സിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവന്റെ കുടുംബത്തെ നന്നായി അറിയാം. ഹോ, നിന്നേക്കാളും സ്മാർട്ടോ? ആരാണവൻ? ആരാണ് ഈ അർജുൻ? എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. എന്താണ് മുന്നിൽ നടക്കുന്നത് എന്നറിയാൻ അർജുൻ കൈ രണ്ടും മുന്നിൽ പിണച്ചുകെട്ടി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. വിവേക് അർജുനെ നോക്കുന്നത് കണ്ടതും എല്ലാവർക്കും മനസ്സിലായി അവനാണ് അർജുൻ എന്ന്. ഓ, ഇവനാണോ അവൻ? ചുറ്റുമുള്ളവർ ഞെട്ടിപ്പോയി. 1 ഗ്രാം സ്വർണം പോലും അവന്റെ ശരീരത്തിൽ എങ്ങുമില്ല. അവനാണോ സ്വർണത്തിന്റെ പരിശുദ്ധി നിശ്ചയിക്കുന്നത്? അവർക്കതൊരു വലിയ തമാശയായി തോന്നി. അല്ല, ഇവൻ പാലക്കൽ മഹാദേവന്റെ മരുമകനെ പോലെയുണ്ടല്ലോ. വീട്ടുജോലിക്കായി അയാളുടെ മോൾ കെട്ടിയ ഒരുത്തൻ. ഗൗതം എന്റെ സുഹൃത്താണ്, അവൻ പറഞ്ഞിരുന്നു ഇവനെ പറ്റി. അങ്ങനെയുള്ളവൻ എങ്ങനെ വിവേകിനെക്കാളും ബുദ്ധിയുള്ളവനാകും? കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു. എല്ലാവരും അർജുനെ കുറിച്ച് കുശുകുശിക്കാൻ തുടങ്ങി. അവന് അത്തരം സംസാരം കേൾക്കുന്നത് പതിവായി കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ ഒരാൾ ആ ഹാളിലേക്ക് പ്രവേശിച്ചു. അയാൾ വന്നപ്പോൾ എല്ലാവരും നിശബ്ദരായി. എഴുന്നേറ്റ് നിന്ന് തല കുനിച്ചു. മാന്യമായി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. പ്രയാഗെ, അദ്ദേഹം ആരാണെന്ന് നിനക്കറിയാമോ? അദ്ദേഹമാണ് മഹാനായ വൈദ്യനാഥ സ്വാമിജി. അദ്ദേഹം ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ട്. വരുമ്പോൾ ഇവിടേക്ക് കുറച്ച് പെയിന്റിങ്സും പുരാവസ്തുക്കളും മറ്റും കൊണ്ടുവരും. അവയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്തു വിൽക്കും.
അദ്ദേഹം ലേലം ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്നവരുടെ കുടുംബം അതോടുകൂടി രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സ്വാമിജിയുടെ സാധനങ്ങൾ എത്ര വില കൊടുത്തും മിക്കവരും വാങ്ങുന്നത്. സത്യത്തിൽ ആ സ്വാമിജി കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. വനജ സ്വാമിജിയെ ആരാധനയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വനജയുടെ വാക്കുകൾ കേട്ട് പ്രയാഗിക്ക് ചിരി വന്നു. പക്ഷെ ചിരിച്ചാൽ അവർക്ക് എന്തു തോന്നുമെന്ന് കരുതി അവൾ അത് അടക്കിപ്പിടിച്ചു. വൈദ്യനാഥ സ്വാമിജി എത്തിയ ഉടൻ തന്നെ അയാളെ അനുഗമിച്ച ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഇരിക്കാൻ വലിയൊരു കസേര മുന്നിലിട്ടു. അതിനു മുന്നിൽ ഒരു മേശയും പിടിച്ചിട്ടു. അവരിൽ ഒരാൾ അദ്ദേഹത്തിന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു വെച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരെയും കണ്ടിട്ട് വളരെയേറെ നാളുകളായി. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് 2 പുരാതന വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം അത് പറയവേ അദ്ദേഹത്തിന്റെ അനുയായികൾ ആ സാധനങ്ങൾ എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിലെ മേശയ്ക്ക് മുകളിൽ വെച്ചു. ഇത് നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാമോ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അത് കേട്ടതും വിവേക് അർജുനെ പുച്ഛത്തോടെ നോക്കിയൊന്ന് ചിരിച്ചു. സ്വാമി, ഇവിടെ ഒരാളുണ്ട്, അർജുൻ. അവൻ വെറുതെ ഒന്ന് നോക്കി ഏത് സാധനത്തിന്റെയും മൂല്യം എത്രയെന്നും ഏത് ലോഹം കൊണ്ടാണ് അത് നിർമ്മിച്ചത് എന്നും എത്ര പേര് ചേർന്നാണ് നിർമ്മിച്ചത് എന്നും ഒക്കെ പറയും. വിവേക് അത് പറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവർ എല്ലാവരും അർജുനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഇവൻ പറഞ്ഞ ആള് നീയാണോ? സ്വാമിജി അർജുനോട് ചോദിച്ചു. സ്വാമിജിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കൂ അർജുൻ, എന്നിട്ട് പറയൂ ആ പെയിന്റിങ്ങിന്റെ ക്വാളിറ്റി എന്താണെന്ന് വിവേക് അർജുനോട് പറഞ്ഞു. അർജുൻ അല്പം ദൂരെ നിന്ന് ആ പെയിന്റിങ്ങിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഡൽഹി സുൽത്താൻ തന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വരച്ചു നൽകിയതാണ് ഈ ചിത്രം. ഏകദേശം 900 വർഷത്തോളം പഴക്കമുണ്ട് ഈ പെയിന്റിങ്ങിന്, അവൻ പറഞ്ഞു. ആ വാക്ക് കേട്ട് സ്വാമിജി അടക്കം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടി. ഞങ്ങളുടെ ആരുടെയും കണ്ണിൽ അതൊന്നും കണ്ടില്ലല്ലോ. ആ പെയിന്റിങ്ങിലെ എല്ലാ കാര്യങ്ങളും നീ ദൂരെ നിന്ന് നോക്കി കണ്ടോ? ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് കരുതിയാൽ തന്നെ എണ്ണം പറഞ്ഞ വിദഗ്ധർ ഇവിടെയുണ്ട്. അവർക്ക് തന്നെ ഇതൊന്നും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ നീ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കൂട്ടത്തിൽ ഒരാൾ സംശയത്തോടെ ചോദിച്ചു. അർജുൻ, താൻ പറഞ്ഞ ആ സുൽത്താനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? വിവേക് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. വിവേകിന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അർജുൻ മെല്ലെ ചിരിച്ചുകൊണ്ട് ഒരു ചായ എടുത്തു കുടിക്കാൻ തുടങ്ങി. വിവേക് അവിടെയുള്ള എല്ലാവരെയും നോക്കി പറഞ്ഞു. സുൽത്താൻമാരെ കുറിച്ച് എനിക്ക് കുറച്ചറിയാം. പൂക്കളിൽ നിന്ന് ശേഖരിച്ച പ്രകൃതിദത്തമായ നിറങ്ങൾ കൊണ്ടാണ് അവർ ചിത്രം വരയ്ക്കുന്നത്. ഈ പെയിന്റിങ്ങിൽ അവർ ഇലകൾ, പച്ചമുള, മുന്തിരി മുതലായവ ഉപയോഗിച്ച് നിർമ്മിച്ച നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പെയിന്റിങ്ങിന് കീഴിൽ എഴുതിയിരിക്കുന്നത് സുൽത്താൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതാണ്. തനിക്ക് ആ പെയിന്റിങ്ങിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വിവേക് പറഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടുകൂടി അവൻ പറയുന്നത് കേട്ടു നിന്നു. അവൻ പറഞ്ഞു തീർന്നതും അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. സ്വാമിജിയും അവനെ അഭിനന്ദിച്ചു. നീ വളരെ നന്നായി പറഞ്ഞു. നിന്നെ പോലുള്ള എക്സ്പേർട്ടായ ആളുകളെയാണ് ഈ ഫീൽഡിൽ ആവശ്യം. സ്വാമിജി പറഞ്ഞത് കേട്ട് അവൻ അർജുനെയും പ്രയാഗയെയും അഭിമാനത്തോടു കൂടി നോക്കി. ആ ആവേശത്തോടെ തന്നെ വിവേക് പറഞ്ഞു. സ്വാമിജി കൊണ്ടുവന്ന 2ാമത്തെ സാധനം പോഴ്സലൈൻ ബോട്ടിൽ. അതിന്റെ വില 30 ലക്ഷമാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. വിവേക് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ഒരിക്കൽ കൂടി അത് കേട്ട് കൈയടിച്ചു. വിവേക് ഒരു സംഭവം തന്നെ, ചുറ്റും നിന്നവർ പറഞ്ഞു. പ്രയാഗ, നീ അത് കണ്ടോ? വിവേക് എത്ര വിവരമുള്ളവനാണെന്ന് നോക്കിയേ. ആ പെയിന്റിംഗ് നോക്കി അതിന്റെ ഉത്ഭവം വരെ പറഞ്ഞു. ആ അർജുൻ ചിത്രത്തിനടിയിലെ പേര് കണ്ടിട്ടാണ് അത് ഗസ് ചെയ്തത്. പക്ഷെ വിവേക് അങ്ങനെയല്ല. അവൻ അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഈ കാലത്ത് ഇത്രയും ബുദ്ധിയുള്ളവർ ചുരുക്കമാണ്. വനജ വിവേകിനെ പ്രശംസിച്ചു കൊണ്ടിരുന്നു. വനജ പറഞ്ഞുകൊണ്ട് നിൽക്കവേ, പ്രയാഗ, നമുക്ക് പോയാലോ? അർജുൻ അവളോട് ചോദിച്ചു. എന്താ അർജുൻ, ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വിവേകിന്റെ മുൻപിൽ നീ തോറ്റു അല്ലേ? അല്ലെങ്കിലും അവന്റെ മുന്നിൽ നീ ഒന്നുമല്ല, വനജ പുച്ഛത്തോടെ പറഞ്ഞു. ചെറിയമ്മേ, പ്ലീസ്, വിവേകിനെ പറ്റി എന്തു വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ അർജുനെ കുറിച്ച് മോശമായി സംസാരിക്കരുത്, പ്രയാഗ പറഞ്ഞു. അതിനിടയിൽ അവിടെ സ്വാമിജി കൊണ്ടുവന്ന സാധനങ്ങളുടെ ലേലം തുടങ്ങി. പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായി. എല്ലാവരും കൂടി ലേലത്തിൽ പങ്കെടുക്കുവാൻ മത്സരിച്ചു. സ്വാമിജി കൊണ്ടുവന്ന ആ ബോട്ടിൽ ലേലത്തിൽ വിവേകിന് ലഭിച്ചു. പ്രയാഗയുടെ മുന്നിൽ താൻ ഒരു സംഭവമാണെന്ന് കാണിക്കാനായിരുന്നു വിവേക് അത് രണ്ടും വാങ്ങിയത്. അർജുൻ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ വിവേകിനെ നോക്കി നിന്നു. അർജുൻ, നിനക്കിനി ഇതിനെപ്പറ്റി കൂടുതൽ വല്ലതും പറയാനുണ്ടോ? വിവേക് അവനോട് ചോദിച്ചു. വിവേക്, നീ എന്തിനാ ആ മണ്ടനുമായി സംസാരിക്കുന്നത്?
അവൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വിലപ്പെട്ട സാധനങ്ങൾ കാണുന്നത് തന്നെ. വിവേകിന്റെ അടുത്തിരുന്ന ടെസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല അർജുൻ, എന്താ ഒന്നും സംസാരിക്കാത്തത്? നീ പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ പോർസ്ലൈൻ ബോട്ടിലുകളെ കുറിച്ച് എന്താണ് പറയാത്തത്? പുതിയ കള്ളങ്ങളൊന്നും കിട്ടിയില്ലേ? വിവേക് പരിഹാസത്തോടെ ചോദിച്ചു. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നീ ലേലത്തിൽ വാങ്ങിയ പോർസ്ലൈൻ ബോട്ടിൽ വ്യാജമാണ്. അർജുൻ വളരെ ശാന്തമായി വിവേകിനോട് പറഞ്ഞു. ഒരു നിമിഷം ഹാൾ മുഴുവൻ നിശബ്ദമായി. ഈ ബോട്ടിൽ വ്യാജമാണെന്നോ? വിവേക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഇവിടെയുള്ള എക്സ്പേർട്സിന് പോലും മനസ്സിലായില്ല. പിന്നെ നീ എങ്ങനെയാ പറഞ്ഞത് അത് വ്യാജമാണെന്ന്? അതറിഞ്ഞാൽ കൊള്ളാം, അവൻ തുടർന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്യാനും അറിയാം, അർജുൻ ഉറപ്പോടെ പറഞ്ഞു. സ്വാമിജി കൊണ്ടുവന്നതിനാൽ തന്നെ ഗുണനിലവാരമുള്ള പോർസ്ലൈൻ ബോട്ടിലുകളാണ് അതെല്ലാം എന്നാണ് എല്ലാവരും കരുതിയത്. അതിനാൽ തന്നെ അവ ആരും സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയിരുന്നില്ല. ആ ബോട്ടിൽ ലേലത്തിൽ വാങ്ങാൻ വിവേക് 30 ലക്ഷമാണ് ചിലവഴിച്ചത്. അപ്പോൾ ആ ബോട്ടിൽ വ്യാജ ബോട്ടിലുകളാണെന്ന് പറഞ്ഞാൽ അവനത് ഉൾക്കൊള്ളാൻ കഴിയുമോ? എന്താ അർജുൻ നീ സംസാരിക്കുന്നത്? ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ നീ കരുതിയത്? വിവേക് പുച്ഛത്തോടെ ചോദിച്ചു. അർജുൻ മറുപടി പറയാതെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈയൊന്ന് വീശി. അപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് പോയി മേശപ്പുറത്തിരുന്ന പോർസ്ലൈൻ ബോട്ടിലിൽ തട്ടി. നിമിഷ നേരം കൊണ്ട് ആ ബോട്ടിൽ കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടി. ഇത്രയും വിലയുള്ള പുരാതന വസ്തു അർജുൻ തകർത്തത് എല്ലാവരെയും ഒരുപോലെ ചൊടിപ്പിച്ചു. ദേഷ്യം കൊണ്ടെരിയുന്ന കണ്ണുകളോടെ വിവേക് അർജുനെ നോക്കി. നീ എന്താടാ ചെയ്തേ? എന്റെ മുത്തച്ഛന് സമ്മാനിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ഈ ബോട്ടിൽ ഇങ്ങനെ പൊട്ടിച്ചു കളയാൻ നിനക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? നിനക്ക് എന്റെ കൈകൊണ്ട് മരിക്കണോ? വിവേക് ദേഷ്യത്തോടെ അലറി. നീ തന്നെയല്ലേ പറഞ്ഞേ ആ ബോട്ടിലിന്റെ ക്വാളിറ്റി കാണിക്കാൻ? ഞാൻ അതാണ് കാണിച്ചത്, അർജുൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. വിലപിടിപ്പുള്ള ആ ബോട്ടിൽ പൊട്ടിച്ചതും പോരാ, നിന്ന് ന്യായീകരിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വിവേകിന്റെ 2 സുഹൃത്തുക്കൾ അർജുനെ അടിക്കാനായി മുന്നോട്ട് വന്നു. അവന്റെ മുഖത്തേക്ക് അടിക്കാൻ ഓങ്ങിയതും അർജുൻ അവരുടെ കഴുത്തിൽ പിടിച്ച് മുന്നോട്ട് തള്ളിയിട്ടു. നിലത്ത് നിന്ന് എണീക്കാൻ അവർ രണ്ടും നന്നായി ബുദ്ധിമുട്ടി. അർജുൻ, നീ എന്റെ കൂട്ടുകാരെ തല്ലിയോ? നിന്നെ ഞാൻ കാണിച്ചു തരാം, വിവേക് പറഞ്ഞു. അർജുൻ, നീ ഇപ്പോൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ, ആ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അർജുനോട് പറഞ്ഞു. താഴെ വീണ ആ ബോട്ടിലിന്റെ കഷ്ണങ്ങൾ നോക്കൂ. കറുത്ത കോട്ടിംഗ് ഇല്ല. പഴയ കാലത്ത് ഏത് സാധനവും കൈകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ഉള്ളിൽ കറുപ്പ് നിറം ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടാക്കുന്നതിന്റെ ഉള്ളിൽ മാത്രമേ വൈറ്റ് കളർ കാണൂ. ഇനി നിലത്ത് കിടക്കുന്ന പൊട്ടിയ കുപ്പി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നിങ്ങൾ തന്നെ പറഞ്ഞേ, അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന്. അർജുൻ അത് പറഞ്ഞതും എല്ലാവരും പൊട്ടിയ കുപ്പിയുടെ അടുത്ത് വന്ന് നോക്കി. അവൻ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലായതും അവർ അത്ഭുതത്തോടെ അർജുനെ നോക്കി. അധ്യായം 26. അർജുൻ പറഞ്ഞത് ശരിയാണ്, ഇവ പുതിയതാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കുമെന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു? ശരിക്കും അവന്റെ കണ്ണുകൾക്ക് എന്തോ ശക്തിയുണ്ട്, തല നിറച്ച ഒരു വലിയ മനുഷ്യൻ പറഞ്ഞു. വ്യാജമായ ഈ സാധനത്തിനു വേണ്ടിയാണ് നീ 30 ലക്ഷം രൂപ ചെലവഴിച്ചത്? എനിക്ക് നിന്നെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇതാണോ വിവേകെ നിന്റെ ടാലന്റ്? അർജുൻ വിവേകിനെ നോക്കി പറഞ്ഞിട്ട് വനജയെയും നോക്കി. നിങ്ങൾ ഇത്രയും നേരം പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവനെ കുറിച്ചല്ലേ? ഇതുപോലെ മുന്നും പിന്നും ചിന്തിക്കാതെ പണം വാരി എറിയുന്നവനാണോ നിങ്ങൾ പ്രയാഗയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത്? അവൻ വനജയോട് പുച്ഛത്തോടെ ചോദിച്ചു. അർജുന്റെ വാക്കുകൾ കേട്ട് വനജയുടെയും വിവേകിന്റെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എങ്കിലും അവനെതിരെ സംസാരിക്കാൻ അവരുടെ അടുത്ത് വാക്കുകളില്ലായിരുന്നു. ഷേ, ഇന്ന് ഞാൻ ആരെയാണാവോ കണി കണ്ടത്, വനജ സ്വയം പറഞ്ഞു. ഈ ഒരു സാധനത്തിന്റെ പ്രശ്നം തിരിച്ചറിഞ്ഞതുകൊണ്ട് നീ എന്നേക്കാൾ മികച്ചവനാവില്ല. സമ്പത്ത് കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും ക്വാളിഫിക്കേഷൻ കൊണ്ടും നിന്നേക്കാൾ എത്രയോ മേലെയാണ് ഞാൻ, വിവേക് അർജുനോട് അഹങ്കാരത്തോടെ പറഞ്ഞു. അത് മാത്രമല്ല, മണ്ടത്തരം കാണിച്ച് പണം കൊണ്ട് കളയുന്നതിലും നീ തന്നെയാ മേലെ, അർജുൻ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വിവേകിന് ദേഷ്യം സഹിക്കാനായില്ല. നാശം പിടിക്കാൻ അവളുടെ മുന്നിൽ ആളാവാൻ നോക്കിയതാ, എന്നിട്ടിപ്പോ ഈ അർജുനെ പോലെ ഒരുത്തന്റെ മുന്നിൽ തോറ്റുപോയല്ലോ. വെറുതെ 30 ലക്ഷം പോയി. ഞാൻ എത്ര വലിയ പണക്കാരനാണെങ്കിലും എന്റെ പണം മുഴുവൻ ഇങ്ങനെ കളഞ്ഞത് തെറ്റാണ്. അതെ, എനിക്ക് തെറ്റുപറ്റി. ആ തെറ്റ് കാരണം 4 ആളുടെ ഇടയിൽ തല ഉയർത്താൻ പറ്റാതായി, അവൻ മനസ്സിൽ പറഞ്ഞു. വിവേക്, ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് നമ്മുടെ മാനം കളഞ്ഞ ഈ അർജുനെ വെറുതെ വിടരുത്. അവൻ ഞങ്ങളെയും അടിച്ചൊരു വിധമാക്കി. ഇന്ന് അവന്റെ കഥ കഴിക്കണം, വിവേകിന്റെ സുഹൃത്തുക്കൾ അവന്റെ അടുത്ത് വന്നു നിന്ന് പറഞ്ഞു. അതേടാ അതുൽ,
നീ ആരെയെങ്കിലും ഒരുത്തിന് ഏർപ്പാടാക്കു, ഇവനെ തീർത്തു കളയാൻ. വിവേക് പല്ല് കടിച്ചുകൊണ്ട് സുഹൃത്തായ അതുലിനോട് പറഞ്ഞു. അവൻ അപ്പോൾ തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോറിഡോറിലേക്ക് ഇറങ്ങി. എല്ലാം അവൾ ഒരുത്തി കാരനാണ്. അവളുടെ മുഖം കണ്ടില്ലേ? അവനെ ഓർത്ത് എന്താ ഒരു അഭിമാനം. സുധി എന്ന സുഹൃത്ത് വിവേകിനോട് പറഞ്ഞു. അതെല്ലാം ഓർത്തതും വിവേകിന്റെ രക്തം തിളച്ചു. നീ ഉടനെ തന്നെ കണ്ടോ സുധി? എന്റെ കയ്യിലിട്ട് ഞാൻ അവളെ അമ്മാനമാടും, അതും അവൻ ആ അർജുന്റെ മുന്നിൽ വെച്ച് തന്നെ. വിവേക് ക്രൂരമായ ഒരു ചിരിയോടെ പറഞ്ഞു. അവൻ ചുറ്റും നോക്കിയതും എല്ലാവരും അർജുനെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു. ആ നോട്ടം താങ്ങാനാവാതെ അവൻ വേഗം കൂട്ടുകാർക്കൊപ്പം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയതും വിവേകിനെ കുറിച്ച് എല്ലാവരും കളിയാക്കി സംസാരിച്ചു. അർജുൻ പ്രയാഗയെയും കൂട്ടി ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും ഹർഷൻ കാർ റെഡിയാക്കി നിർത്തിയിരുന്നു. രണ്ടുപേരും കാറിൽ കയറാൻ തുടങ്ങവേ, അർജുൻ, നിനക്ക് എങ്ങനെ അറിയാം ആ പുരാവസ്തുക്കളെ കുറിച്ച്? അത് വ്യാജമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? പ്രയാഗ ആകാംക്ഷയോടെ ചോദിച്ചു. ദാറ്റ്സ് എ സീക്രട്ട്, അർജുൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. പ്രയാഗ മുഖം ചുളിച്ച് തിരിഞ്ഞു നിന്നു. പക്ഷെ പതിയെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ മനസ്സിൽ അവന്റെ സ്ഥാനം കൂടിക്കൂടി വരികയായിരുന്നു. അർജുൻ, നീ ഇങ്ങനെ എല്ലാവരുടെയും തെറ്റ് തുറന്നു കാട്ടി അവരെ നാണം കെടുത്തിയാൽ അവർ നിന്നോട് പ്രതികാരം ചെയ്യില്ലേ? പെട്ടെന്ന് പ്രയാഗ ആശങ്ക കലർന്ന സ്വരത്തിൽ പറഞ്ഞു. നമുക്ക് നോക്കാം പ്രയാഗ, എന്താ സംഭവിക്കുക എന്ന്. എന്തിനാ ടെൻഷൻ? അർജുൻ പറഞ്ഞു. അതേസമയം വനജ അവരുടെ അടുത്തേക്ക് വന്നു. അർജുൻ, നീ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നറിയോ? വിവേകിന്റെ വീട്ടുകാരെ കുറിച്ച് നിനക്കറിയില്ല. നിന്നെ കൊല്ലാനും മടിക്കില്ല അവർ. പ്രയാഗ, എത്രയും പെട്ടെന്ന് ഇവനെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ അവർ നിന്റെ കുടുംബമടക്കം ഇല്ലാതെയാക്കും, വനജ മുന്നറിയിപ്പോടെ പറഞ്ഞു. ആദ്യം അവനോട് കുറച്ച് വിവേകത്തോടെ ചിന്തിക്കാൻ പറയും, പിന്നീടാവാം എന്നെ കൊല്ലാൻ ഇറങ്ങൽ. എത്ര വലിയ പണക്കാരനാണെങ്കിലും ഇത്രയും പണം ആരും ഇതുപോലെ കളഞ്ഞു കുളിച്ചിട്ടുണ്ടാവില്ല. പണം ഒന്നും ആർക്കും വെറുതെ കിട്ടില്ല, അർജുൻ പരിഹാസത്തോടെ പറഞ്ഞു. എടാ ഇഡിയറ്റ്, മതി നിന്റെ ഡയലോഗ്. അവരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല, നീ നോക്കിക്കോ. വനജ അവന് ഒരു താക്കീത് കൊടുത്തു. പ്രയാഗെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ നീ കൂടി ഇതിൽ പെട്ടുപോകും, വനജ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അർജുൻ വേഗം തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഹർഷൻ, എത്രയും പെട്ടെന്ന് ഇവളെ നീ വീട്ടിലെത്തിക്കണം. ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം, അവൻ പറഞ്ഞു. അപ്പോൾ നീ വരുന്നില്ലേ? പ്രയാഗ ചോദിച്ചു. ഇല്ല, എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. അവൻ കാറിന്റെ ഡോർ അടച്ചു. ഹർഷൻ വേഗം തന്നെ കാർ എടുത്തു. അർജുൻ അടുത്ത റോഡിൽ കിടന്ന ഒരു കറുത്ത കളർ കാർ കണ്ടതും ഒരു വന്യമായ ചിരിയോടെ മുന്നോട്ട് നടന്നു. ആ കാർ തിരിഞ്ഞ് അർജുൻ പോയ റോഡിലേക്ക് കയറി. അർജുൻ വേഗത്തിൽ നടക്കുമ്പോൾ കാർ അവനെ പിന്തുടർന്നു. കുറച്ചു കഴിഞ്ഞതും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയ ശേഷം അർജുൻ ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കാറും നിർത്തി. ശക്തരായ 6 പേർ കയ്യിൽ ഇരുമ്പ് കമ്പിയുമായി ഇറങ്ങി വന്നു. അർജുൻ അവരെ ഒന്ന് നോക്കി. ഞങ്ങളെ കണ്ടിട്ട് പോലും ഓടിപ്പോകാതെ ഞങ്ങൾക്കെതിരെ നിൽക്കാൻ കാണിച്ച നിന്റെ ധൈര്യം കൊള്ളാം. നേരത്തെ നീ ഒരു മൂർഖൻ പാമ്പിനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിഞ്ഞില്ല അല്ലേ? അതുകൊണ്ട് നിന്റെ ആ കൈയും കാലും ഞങ്ങൾ ഇങ്ങ് എടുക്കുക. എന്താണ് അവിടെ നോക്കി നിൽക്കുന്നേ? പോയി അടിക്കടാ, റൗഡി ഗ്രൂപ്പിലെ പ്രധാനി അലറി. അത് കേട്ടതും അയാളുടെ പുറകിൽ നിന്നിരുന്ന 4 പേരും പെട്ടെന്ന് കയ്യിൽ ഇരുമ്പ് ദണ്ടുമായി അർജുന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അർജുൻ ഒരു സിംഹത്തെ പോലെ അവരുടെ നേരെ കുതിച്ചു. അവൻ തന്റെ കയ്യിൽ കിട്ടിയതെല്ലാം വെച്ച് അവരെ അടിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം എല്ലാവരും അടികൊണ്ട് 4 ഭാഗത്തേക്കായി തെറിച്ചു വീണു. അവിടെ സംഭവിച്ചത് കണ്ട് അവരിലെ പ്രധാനി ഞെട്ടിപ്പോയി. ഞെട്ടലിൽ നിന്ന് കര കയറുന്നതിന് മുൻപ് അർജുൻ അവന്റെ വാരിയെല്ലിന് നേരെ ഒരു ഇരുമ്പ് ദണ്ട് എറിഞ്ഞു. അടിയേറ്റ് അയാൾ നിലത്ത് വീണ് ഞരങ്ങി. ഇത്ര പെട്ടെന്ന് നീ എങ്ങനെയാണ് ഇത്രയധികം ആളുകളെ ഒറ്റയ്ക്ക് തള്ളിയത്? ഇത്രയും ശക്തി നിനക്ക് എവിടെ നിന്ന് കിട്ടി? വാരിയെല്ല് തകർന്നവൻ അർജുനെ നോക്കിക്കൊണ്ട് ദയനീയമായി ചോദിച്ചു. കാരണം പുറംനാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത അതിശക്തരായ അവന്റെ ഗുണ്ടകളെയാണ് ഒരു നിമിഷം കൊണ്ട് അവൻ ചോരയിൽ കുളിപ്പിച്ച് നിലത്തിട്ടിരിക്കുന്നത്. അത് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഡാ, പ്രയാഗയ്ക്കോ അവളുടെ കുടുംബത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാ എണ്ണത്തിനെയും കൊന്നുകളയുമെന്ന് നിന്നെ ഇങ്ങോട്ട് അയച്ചവനോട് പോയി പറഞ്ഞേക്ക്. അർജുൻ അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. നിനക്ക് ഞങ്ങളെ അടിച്ചിടാൻ കഴിയുമായിരിക്കും, എന്നാൽ വിവേക് സാറിനോടോ കുടുംബത്തിനോടോ കോർക്കാൻ നിന്ന നിന്റെ ജീവിതം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നീ പോയി സാറിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറ. സാറ് ചിലപ്പോ വെറുതെ വിടും, ഗുണ്ടാത്തലവൻ അർജുനോട് പറഞ്ഞു. അർജുൻ അവന്റെ തല നിലത്തേക്ക് അമർത്തി ചവിട്ടിയതും ഒരു നിലവിളിയോടെ അവന്റെ ബോധം നഷ്ടപ്പെട്ടു. അർജുൻ അവസാനമായി ഒരു ചവിട്ടുകൂടെ കൊടുത്ത് അവനെ അവിടെയിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി.
അത് കണ്ട് ഭയന്ന മറ്റെല്ലാവരും മുടന്തി വന്ന് അവനെ എടുത്ത് കാറിൽ ഇട്ടുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അർജുൻ അവിടെ നിന്ന് നടന്നു തുടങ്ങിയതും കറുത്ത വസ്ത്രം ധരിച്ച രണ്ടുപേർ അവന്റെ മുന്നിൽ നിന്നു. നിങ്ങൾ ആരാ? ഇതേതാ അടുത്ത കുരിശ് എന്ന രീതിയിൽ അർജുൻ അവരെ നോക്കി ചോദിച്ചു. സർ, ഞങ്ങളുടെ ബോസ് നിങ്ങളെ കാണണമെന്ന് പറയുന്നു. പ്ലീസ് ഒന്ന് വന്ന് അവരെ കാണൂ, അതിലൊരാൾ പറഞ്ഞു. അർജുൻ സംശയത്തോടെ പുറകിലേക്ക് നോക്കിയപ്പോൾ ഇളം പിങ്ക് നിറത്തിലുള്ള ഒരു സ്പോർട്സ് കാർ അവിടെ കിടക്കുന്നത് കണ്ടു. ആ കാറിൽ ആരോ ഉണ്ടെന്ന് അർജുന് വ്യക്തമായി മനസ്സിലായി. ആരാ നിങ്ങളുടെ ബോസ്? അർജുൻ ചോദിച്ചു. ഞങ്ങളുടെ മാഡത്തിന്റെ പേര് ഗായത്രി നായർ എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ അവരുടെ പേര് അറിയാത്തവരായി ആരും തന്നെ ഇല്ല. ആളുകൾ അവരെ കാണാൻ ക്യൂ നിൽപ്പാണ്. എന്നാൽ അവർ കാണണമെന്ന് ആവശ്യപ്പെട്ടത് ഒരേ ഒരാളെയാണ്, അത് നിങ്ങളാണ്. കറുപ്പ് വസ്ത്രം അണിഞ്ഞവൻ പറഞ്ഞു. ഗായത്രി നായർ. അർജുൻ ആ പേര് ഓർത്തെടുത്തു. 2 വർഷം മുൻപ് പ്രയാഗയ്ക്കൊപ്പം മിസ് കേരളയിൽ പങ്കെടുത്തിരുന്നു അവൾ. അവൻ ഓർമ്മിച്ചെടുത്തു. ഞാൻ എന്തിനാണ് നിങ്ങളുടെ മാഡം വിളിക്കുന്നിടത്തൊക്കെ വരുന്നത്? അതും പറഞ്ഞുകൊണ്ട് അർജുൻ മാറി നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അവനെ തടഞ്ഞു. വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട സാർ, മര്യാദയ്ക്ക് വരുന്നതല്ലേ നല്ലത്. അവർ ഇരുവരും പോക്കറ്റിൽ നിന്ന് തോക്ക് പുറത്തെടുത്തു. എന്നെ കൊല്ലാനായി നീയൊക്കെ കാഞ്ചി വലിക്കുകയാണെങ്കിൽ 10 സെക്കൻഡ് പോലും നീ ഒന്നും പിന്നെ ജീവിച്ചിരിക്കില്ല, അർജുൻ ഗൗരവത്തോടെ പറഞ്ഞു. ആ വാക്ക് കേട്ട് രണ്ടുപേരും മിന്നലേറ്റതുപോലെ ഞെട്ടി നിന്നു. തോക്കിൽ നിന്നും കൈകൾ മാറ്റാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടായില്ല. അതിനിടയിൽ ആ സ്പോർട്സ് കാർ വന്ന് അവരുടെ മുന്നിൽ നിന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ഹായ്, ഞാൻ ഗായത്രി. നീ ആരാണെന്ന് ഒന്ന് പറയാമോ? അർജുന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ടവൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാതെയാണോ നീ എന്നെ തേടി വന്നത്? അർജുൻ ഒരു പുച്ഛ ചിരിയോടെ ചോദിച്ചു. നീ ശരിക്കും ആരാണെന്ന് കണ്ടെത്താൻ തന്നെയാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് മിസ്റ്റർ അർജുൻ. പക്ഷേ നീ എന്റെ പ്ലാൻ എല്ലാം സ്പോയിൽ ചെയ്തു, ഗായത്രി പറഞ്ഞു. അർജുന് അവൾ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. എന്ത് പ്ലാൻ? എനിക്ക് നീ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യമായാണ് നിന്നെ കാണുന്നത് പോലും, അവൻ പറഞ്ഞു. നീ നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്റെ പ്ലാനുകൾ തകർത്തത്. ആ പോഴ്സ്ലൈൻ ബോട്ടിൽ വിവേകിന്റെ അടുത്ത് എത്തിച്ചത് ഞാനാണ്. അപ്പൂപ്പന്റെ പിറന്നാൾ ദിനത്തിൽ ആ ബോട്ടിൽ സമ്മാനമായി അവൻ കൊടുത്താൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് വ്യാജമാണെന്ന് പറഞ്ഞ് വിവേകിനെ നാണം കെടുത്തി നിർത്തണമെന്ന് ഞാൻ കരുതിയിരുന്നു. നീ ആ ബോട്ടിൽ തകർത്ത് എന്റെ ആ പ്ലാൻ മുഴുവൻ നശിപ്പിച്ചു. അതിന് നീ എനിക്ക് നഷ്ടപരിഹാരം നൽകണം, ഗായത്രി അർജുനോട് പറഞ്ഞു. വലിയ കുടുംബങ്ങളിൽ ഇതുപോലുള്ളവർ പരസ്പരം ഗൂഢാലോചന നടത്തുന്നത് പതിവാണ്. ഇതെല്ലാം ചെയ്യുന്നത് അനന്തരാവകാശത്തിന് വേണ്ടിയായിരുന്നു. നിന്റെ വീട്ടിലെ വഴക്കിനിടയിൽ എനിക്കെന്ത് കാര്യം? അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ അർജുൻ, ആ വിവേക് അത്ര മിടുക്കനൊന്നുമല്ലായിരിക്കാം. പക്ഷെ നീ ചെയ്ത കാര്യം ചെറുതല്ല. അവൻ നിന്നെ വെറുതെ വിടില്ല, ഗായത്രി മുന്നറിയിപ്പ് നൽകി. അർജുൻ ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും എന്തിനാ നീ ഇപ്പോ എന്റെ അടുത്ത് വന്നത്? അതാദ്യം പറ, അവൻ ചോദിച്ചു. നിനക്ക് ഞാനൊരു ജോബ് ഓഫർ തരാം. അത് നീ സ്വീകരിച്ചാൽ വിവേക് നിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം, ഗായത്രി പറഞ്ഞു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. അതെ, അതല്ലാതെ നിനക്ക് വേറെ വഴിയൊന്നുമില്ല, ഒരു പുഞ്ചിരിയോടെ ഗായത്രി പറഞ്ഞു. ഗായത്രിയുടെ അഭിപ്രായത്തിൽ ഈ ജോലി അർജുനൊരു മികച്ച അവസരമാണ്. അർജുൻ ഈ ജോലി കൊടുത്തില്ലെങ്കിൽ വിവേക് മരിക്കും വരെ അർജുനെ വെറുതെ വിടില്ല. അർജുന് ഫൈറ്റ് ചെയ്യാൻ അറിയാമെങ്കിലും വലിയ കുടുംബങ്ങളുമായി എങ്ങനെ ഇടപഴകണമെന്ന് അറിയില്ല. അപ്പോൾ അവന് തന്റെ ഓഫർ സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാവില്ല എന്നായിരുന്നു അവൾ കരുതിയത്. അർജുൻ വിലങ്ങനെ തലയാട്ടി. നിന്റെ ഓഫർ എനിക്കിഷ്ടമായില്ല. നിന്റെ കസിൻ വിവേക് എന്നെ ആക്രമിക്കുകയാണെങ്കിൽ അവനത് ചെയ്യട്ടെ, അതിൽ നീ വിഷമിക്കേണ്ടതില്ല. വിവേകിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയാം, അവൻ പറഞ്ഞു. അവൻ ആ ഓഫർ നിരസിച്ചത് കേട്ട് ഗായത്രി ദേഷ്യത്തോടെ മുഖം ചൊളിച്ചു. എനിക്ക് നിന്നോട് കുറച്ചുകൂടെ സംസാരിക്കണം, അർജുനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലാതെ അവൾ പറഞ്ഞു. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് അർജുൻ പറഞ്ഞതും അവളുടെ ഈഗോ ഹേർട്ടായതുപോലെ അവൾക്ക് തോന്നി. ഇത്രയും സുന്ദരിയും പണക്കാരിയുമായ ഒരു പെണ്ണ് ഒരു ജോലി തരാം, അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ ഇവൻ എങ്ങനെ കഴിയുന്നു? അവൾ പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. അർജുൻ, സത്യത്തിൽ ഞാൻ ഇവിടെ വന്നത് വിവേക് അയച്ച ഗുണ്ടകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ്, നിന്നെ സഹായിക്കാനാണ്. പിന്നെ നീ എന്താ എന്റെ ഓഫർ സ്വീകരിക്കാത്തത്? ഓഫർ വേണ്ടെങ്കിലും എന്നോട് സംസാരിക്കുന്നതിൽ എന്താ പ്രോബ്ലം? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചോളാൻ ആഗ്യം കാണിച്ചു. ഗായത്രി അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. അർജുൻ അവളുടെ പിന്നാലെ കാറിൽ കയറിയതും എന്റെ കാർ എങ്ങനെയുണ്ട്? ഗായത്രി ചോദിച്ചു. അർജുൻ മെല്ലെ ചിരിച്ചുകൊണ്ട് മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് നോക്കി. 20 മിനിറ്റിനുള്ളിൽ കാർ ഒരു കോഫി ഷോപ്പിന് മുന്നിൽ നിന്നു. അതവളുടെ സ്വന്തം ഷോപ്പായിരുന്നു. ഗായത്രിയും അർജുനും
കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്ന് 3-ാം നിലയിലെ ഒരു സ്വകാര്യ മുറിയിലേക്ക് പോയി. അവർ പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ കോഫിയുമായി വന്നു. അദ്ദേഹം മറ്റാരുമല്ല, നേരത്തെ ലേലത്തിൽ സ്വാമിജിയായി പ്രത്യക്ഷപ്പെട്ട വൈദ്യനാഥനാണ്. അർജുൻ അയാളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി അവിടെ സോഫയിലിരുന്നു. ഗായത്രിയും ഒരു കോഫി എടുത്ത് അർജുന്റെ എതിർവശത്തിരുന്നു. ഡിന്നർ തയ്യാറാണ് മാഡം, വൈദ്യനാഥൻ പറഞ്ഞു. വെയിറ്റ്, ഞങ്ങൾ വരാം. ഗായത്രി പറഞ്ഞതും വൈദ്യനാഥൻ ഗായത്രിയുടെ പുറകിൽ പോയി നിന്നു. അർജുൻ, പുരാവസ്തുക്കളെ കുറിച്ചുള്ള നിന്റെ അറിവും മാർഷൽ ആർട്സിലുള്ള നിന്റെ കഴിവും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഞാൻ എന്റെ കൂടെ ഒരു ജോലി തരാം. വർഷം 10 ലക്ഷം രൂപ ശമ്പളവും തരാം. ലേലത്തിലുണ്ടായ സംഭവങ്ങൾ കാരണം ഭാവിയിൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന ഉറപ്പും തരാം ഞാൻ. ഇനി പറയ്, എന്റെ ഓഫർ നീ സ്വീകരിക്കുമോ അതോ? ഗായത്രി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അധ്യായം 27. 10 ലക്ഷം രൂപ വാർഷിക ശമ്പളം എന്താ, നിനക്ക് മതിയാകില്ലേ? നീ എക്സ്ട്രാ എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിക്കുള്ള പണം ഞാൻ അധികമായി നിനക്ക് തരും. ആരും എന്റെ കീഴിൽ വെറുതെ വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇയാളെ കണ്ടോ, വൈദ്യനാഥൻ. 6 വർഷം മുൻപ് ഒരു ചെറിയ കടയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഞാനാണ് അദ്ദേഹത്തെ ആന്റിക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇന്ന് എത്ര വലിയ സ്ഥാനത്താണെന്ന് നീ കാണുന്നുണ്ടോ? എന്റെ അസിസ്റ്റൻസിനെ ഞാൻ ഒരിക്കലും നിസ്സാരമായി കാണാറില്ല. 1 വർഷം കൊണ്ട് നീയും വൈദ്യനാഥനെ പോലെ വലിയ നിലയിലെത്തും. ഹാർഡ് വർക്ക് ചെയ്താൽ എന്റെ കമ്പനിയിലെ വൈസ് ചെയർമാന്റെ കസേരയിൽ വരെ നിനക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോ അതിനനുസരിച്ചുള്ള സാലറി ഹൈക്കും ഉണ്ടാകും. പിന്നെ പാലക്കൽ കുടുംബത്തിലെ ആരും നിന്നെ യൂസ്ലെസ് എന്ന് വിളിക്കാൻ ധൈര്യപ്പെടില്ല. ഗായത്രി അർജുനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഗായത്രിയുടെ ഓഫർ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായേനെ. എന്നാൽ അർജുൻ അങ്ങനെ ഒരു സാധാരണക്കാരനല്ലല്ലോ. ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഓഫർ ഞാൻ സ്വീകരിക്കുന്നില്ല, അർജുൻ പറഞ്ഞു. അപ്പൊ പ്രയാഗയുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നതോ? ഗായത്രി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവന്റെ മുഖഭാവം മാറി. അതെന്തെങ്കിലും ആവട്ടെ, കഴിവുള്ള എത്രയോ ആൾക്കാര് ഈ നഗരത്തിലുണ്ട്. അവരെയെല്ലാം വിട്ടിട്ട് നീ എന്തിനാ ഈ ജോലി എനിക്ക് തരുന്നത്? അർജുൻ ഗായത്രിയോട് ചോദിച്ചു. നീ ചോദിച്ചത് ശരിയാണ്, കഴിവുള്ള ഒരുപാട് പേർ ഈ നഗരത്തിലുണ്ട്. പക്ഷെ വിവേകിനൊരു പണി കൊടുക്കാൻ മാത്രം ധൈര്യമുള്ള ഒരുത്തനും ഇവിടെയില്ല. പക്ഷെ നീ അത് ചെയ്തു. എനിക്ക് നിന്റെ ആ ധൈര്യം ഇഷ്ടമായി. നിനക്ക് എന്റെ ഓഫറിൽ താല്പര്യമുണ്ടെങ്കിൽ വിവേകിനെതിരെ നമുക്കൊന്നിച്ച് കൈകോർക്കാം, ഗായത്രി അർജുനോട് പറഞ്ഞു. അർജുൻ ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അർജുൻ തന്റെ ഓഫർ സ്വീകരിക്കാത്തതിൽ ഗായത്രിയുടെ ദേഷ്യം ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. പക്ഷെ ആവശ്യം തന്റേതായതിനാൽ അവൾ അടങ്ങിയിരുന്നു. ശരി, ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. നീ എല്ലാം ഒന്നുകൂടി നന്നായി ആലോചിക്കൂ. ഇതെന്റെ വിസിറ്റിംഗ് കാർഡാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഗായത്രി അവളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് അവന് നേരെ നീട്ടി. പക്ഷെ അർജുൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വട്ട, അവൻ എന്നെ നോക്കുക പോലും ചെയ്യാതെ പോകുന്നോ? ഗായത്രി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണം അർജുൻ എന്ന് ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. പുറത്തേക്ക് പോകുന്ന വഴിക്ക് അർജുൻ അവളെ തിരിഞ്ഞു നോക്കി. സോറി, എനിക്ക് താല്പര്യമില്ല, അവൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? താല്പര്യമില്ലെന്നോ? ഇത്രയും റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ആയ എന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് എത്ര സിമ്പിൾ ആയിട്ടാണ് നീ പറഞ്ഞത്. ഒരാളും എന്നോട് ഇതുപോലെ ബിഹേവ് ചെയ്തിട്ടില്ല, അവൾ നടന്നു പോകുന്ന അർജുനെ നോക്കി വീണ്ടും പറഞ്ഞു. അവൻ അത് കേട്ടതുപോലും ഭാവിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടതും ഗായത്രിക്ക് ദേഷ്യം വന്നു. സെക്യൂരിറ്റി, ആ പോയവനെ പിടിച്ചുകൊണ്ടുവാ, അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അർജുൻ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ 2 ആൾക്കാർ അവനെ തടഞ്ഞുകൊണ്ട് വാതിലടച്ചു. അതിലൊരുവൻ അർജുന്റെ പിന്നിൽ വന്നു നിന്ന് അവന് നേരെ തോക്ക് ചൂണ്ടി. ഗായത്രി അതൊരു ചിരിയോടുകൂടി നോക്കി നിന്നു. എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് ഞാൻ നിന്നോട് മര്യാദയ്ക്കാ പറഞ്ഞത്. പക്ഷെ നീ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നത്. ഇപ്പോഴും വൈകിയിട്ടില്ല. നീ എന്റെ ഫ്രണ്ട് ആകുമെന്ന് ഒരു വരി മാത്രം പറഞ്ഞാൽ മതി. നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ വെറുതെ വിടാം, അവൾ അല്പം ഗർവോടെ പറഞ്ഞു. നീ ഒരു പെണ്ണാണോ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല, അർജുൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഗായത്രി അത്ഭുതപ്പെട്ടുപോയി. ബലമായി പിടിച്ചു വെച്ചിട്ട് പോലും അവൻ അവന്റെ അഭിപ്രായം മാറ്റിയില്ല. മുൻപ് ധൈര്യശാലികളായ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ തോക്ക് തലയിൽ ചൂണ്ടി പറയുമ്പോൾ ഇതുപോലെ ആരും ധൈര്യത്തോടെ നിന്നിട്ടില്ല. എല്ലാവരും ഒന്ന് പേടിക്കും. പക്ഷേ ഇവനിൽ ഭയത്തിന്റെ ഒരു അംശം പോലും ഇല്ല ഇപ്പോൾ. അതെന്തുകൊണ്ടാ? ഗായത്രി ചിന്തിച്ചു. ആക്ച്വലി എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു ഇതുവരെ. എന്നാൽ നീ ഒരു മണ്ടനാണ് എന്ന് ഇപ്പോൾ മനസ്സിലായി. ഇത്രയും വലിയ ഓഫർ നീ വേണ്ടെന്ന് വെച്ചില്ലേ? ചുമ്മാതല്ല നിന്റെ ഭാര്യ വീട്ടുകാർ നിന്നെ ഒരു യൂസ്ലെസ് ആയി കാണുന്നത്. ഗായത്രി അവനെ നോക്കി പറഞ്ഞ ശേഷം സെക്യൂരിറ്റിയുടെ നേരെ തിരിഞ്ഞു.
എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കിവനെ എന്ന് ആജ്ഞാപിച്ചു. അവൾ അത് പറഞ്ഞതും അർജുന് നേരെ തോക്ക് ചൂണ്ടി നിന്ന രണ്ടുപേരും പെട്ടെന്ന് നിലത്ത് വീണു. ഒരു നിമിഷത്തേക്ക് അവർക്കാർക്കും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അർജുൻ ഇപ്പോഴും നിന്നിടത്ത് തന്നെയുണ്ട്. ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെയാണ് അവൻ നിൽക്കുന്നത്. നീ എന്ത് ധൈര്യത്തിലാ ഗായത്രി മാഡത്തിന്റെ സെക്യൂരിറ്റിയെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അടിച്ചിട്ടത്? ഇനി നിന്റെ കാര്യം കട്ട പുകയായിരിക്കും. എടാ, ഇവിടെ വന്ന് അവനെ പിടിച്ചു കെട്ടിയിട്. അർജുനോട് പറഞ്ഞ ശേഷം വൈദ്യനാഥൻ അയാളുടെ ബോഡി ഗാർഡിന്റെ അടുത്തേക്ക് ചെന്നു. അതേ നിമിഷം അർജുൻ അയാളുടെ പുറകിൽ ചെന്ന് കൈ ചുരുട്ടി കഴുത്തിനിടിച്ചു. അടിയുടെ ശക്തിയിൽ അയാൾ നിലത്ത് വീണ് വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണക്കാരനല്ല എന്നവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ നട്ടെല്ലിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. അർജുന്റെ അടുത്ത ലക്ഷ്യം താനാണെന്ന് മനസ്സിലായതും ഭയം കാരണം അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. അർജുൻ നേരെ ഗായത്രിയെ നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ഉറക്കെ നിലവിളിക്കും. എന്റെ അടുത്തേക്ക് വരരുത്. നീ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ തന്നെ കൊല്ലും. പേടിയോടെ അവൾ അവനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് നടന്നു. അവൻ അടുത്തെത്തിയതും അവൾ മുഖം തിരിച്ചു. അവൻ അവളുടെ താടിയിൽ പിടിച്ച് അവന് നേരെ തിരിച്ചു. എനിക്ക് നിന്നോടൊപ്പം വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, മനസ്സിലായോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാൻ ധൈര്യപ്പെടാതെ അവനെ തന്നെ നോക്കി നിന്നു. നീ സുന്ദരിയാണ്, റിച്ചാണ്, സമ്മതിക്കുന്നു. പക്ഷെ ഇത്രയും അധികം പ്രായമുണ്ടെങ്കിലും നീ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. ഇപ്പൊ ക്ലിയർ ആയോ? അർജുൻ അവളുടെ കവിളിൽ തട്ടി പതിയെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അതുവരെ പേടിച്ചരണ്ടു നിന്ന ഗായത്രി പെട്ടെന്ന് ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു. ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നോ? ഇവൻ ആള് കൊള്ളാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അർജുനെ ഉറക്കെ വിളിച്ചു. അർജുൻ, പോകരുത്, നിൽക്ക്. നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞിട്ട് പോ, അവൾ പറഞ്ഞു. എന്നാൽ അർജുൻ അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു. അവൾ നിരാശയോടെ തിരികെ വന്ന് സോഫയിലിരുന്നു. എന്നെ ഇങ്ങനെ അപമാനിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? അവൾ ദേഷ്യത്തോടെ ചിന്തിച്ചു. പെട്ടെന്നാണ് അർജുൻ തന്റെ കവിളിൽ തട്ടിയ കാര്യം അവൾ ഓർത്തത്. അവൻ എന്നെ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? ഗായത്രി പല്ല് ഞെരിച്ച് മുഷ്ടി ചുരുട്ടി. അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായാണ്. ആ നാട്ടിലെ എന്നല്ല, കേരളത്തിലെ തന്നെ പേര് കേട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഗായത്രി. എവിടെ പോയാലും അവളെ ഒന്ന് നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല. യാതൊരു തരത്തിലുമുള്ള അസ്വസ്ഥത നൽകാതെയാണ് മുത്തച്ഛനും അച്ഛനും ഒക്കെ അവളെ വളർത്തിയത്. എല്ലാവരും അവളെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തു. പക്ഷേ അർജുൻ അവളെ പേടിയില്ലായിരുന്നു. മറിച്ച് അവൻ അവളെ പേടിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ആലോചിക്കുന്തോറും അവൾക്ക് ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും താഴെ വീണ മൂവരും എഴുന്നേറ്റു. അവർ ഗായത്രിയുടെ അടുത്തേക്ക് ഓടി. മാഡം, ആ അർജുൻ പോയോ? അവൻ നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ അല്ലേ? അവൻ നിങ്ങളോട് മോശമായി പെരുമാറിയില്ലല്ലോ അല്ലേ? വൈദ്യനാഥൻ ആശങ്കയോടെ ചോദിച്ചു. വൈദ്യനാഥൻ, നിങ്ങളാരും അവനെക്കുറിച്ച് സംസാരിക്കരുത്. അവനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എന്റെ BP കൂടും, ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കണം മാഡം. മാഡത്തിന്റെ സെക്യൂരിറ്റി ഗാർഡായ ഞങ്ങൾക്ക് പോലും മാഡത്തെ അവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായില്ല. അവർ തലകുനിച്ച് ക്ഷമ ചോദിച്ചു. ആ കാര്യം വിട്ടേക്ക്. സംഭവിച്ചതിൽ എനിക്ക് നിങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ ആ അർജുനെ പറ്റി എനിക്കെല്ലാം അറിയണം. അവൻ എവിടെയായിരിക്കും, എന്താ ചെയ്യുന്നത്, എങ്ങനെയാ അവന്റെ ഒരു ദിവസം എന്നൊക്കെ എനിക്കറിയണം. നിങ്ങളത് അന്വേഷിച്ചിട്ട് വാ. അവനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും വിട്ടുപോകരുത്. ഗായത്രി അവർക്ക് ഓർഡർ കൊടുത്തു. ഉറപ്പായി മാഡം. മാഡത്തിന് വേണ്ടി അവന്റെ ജാതകം വരെ ഞങ്ങൾ തപ്പിക്കൊണ്ടുവരും എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. അതേസമയം കോഫി ഷോപ്പിൽ നിന്നും ഇറങ്ങിയ ശേഷം അർജുൻ ഒരു ക്യാബ് എടുത്ത് വീട്ടിലേക്കാണ് പോയത്. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ മഹാദേവനും രേണുകയും ഹാളിൽ ഗൗരവത്തിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ അരികിൽ അലോസരപ്പെടുത്തുന്ന ഭാവങ്ങളോടെ പ്രയാഗയും ഇരിക്കുന്നുണ്ട്. അവൾ അലക്ഷ്യമായി ടിവിയിൽ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ, കെട്ടിയെടുത്തോ? എവിടെയായിരുന്നു ഇത്രയും നേരം? അല്ല, ആരുടെ കൂടെയായിരുന്നു എന്ന് വേണം ശരിക്കും ചോദിക്കാൻ, അല്ലേ? രേണുക അർത്ഥം വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അത് ഞാൻ... അർജുൻ എന്തോ പറയാൻ പോവുകയായിരുന്നു. വെയിറ്റ്. അവർ അവനെ തടഞ്ഞുകൊണ്ട് പ്രയാഗയുടെ നേരെ തിരിഞ്ഞു. മോളെ പ്രയാഗെ, നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലാവൻഡർ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ടോ? രേണുക ചോദിച്ചു. അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ? പ്രയാഗ അർജുനെ ഒന്ന് നോക്കിയ ശേഷം അമ്മയോട് ചോദിച്ചു. പ്രയാഗ, ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടില്ലേ ഇവൻ പുറത്തേക്ക് പോകുന്നത് കണ്ട പെമ്പിള്ളാരുടെ കൂടെ കറങ്ങാനാ എന്ന്? നിന്നെ മുന്നിൽ നിർത്തി പൈസ ഉണ്ടാക്കിയിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുക്കുകയായവൻ, രേണുക പറഞ്ഞു. പ്രയാഗ ദേഷ്യത്തോടെ മുഖം ചുളിച്ചു. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുമോ? എന്താണ് സംഭവിച്ചതെന്ന് അർജുൻ പറയട്ടെ, അല്ലാതെ അവനെ കുറ്റപ്പെടുത്തരുത്.
അവൻ അങ്ങനെയുള്ള ഒരാളല്ല, അവൾ പറഞ്ഞു. അതിന് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, രേണുക പ്രയാഗയോട് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? പ്രയാഗ ചോദിച്ചു. അവൻ അടുത്തു വരുമ്പോ ലാവൻഡർ പെർഫ്യൂം മണക്കുന്നില്ലേ നിനക്ക്? ഇത് ചീപ്പായ പെർഫ്യൂം അല്ല, വളരെ വില കൂടിയ പെർഫ്യൂമാണ്. അവന്റെ അടുത്ത് വന്ന് മണപ്പിച്ചു നോക്കൂ, നിനക്ക് മനസ്സിലാകും, രേണുക പറഞ്ഞു. പ്രയാഗയ്ക്ക് അർജുന്റെ അടുത്ത് പോകാൻ പ്രയാസം തോന്നി. അവൾ അവനിൽ നിന്നും അല്പം അകലം പാലിച്ചു നിൽക്കുമ്പോൾ തന്നെ ആ മണം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് സത്യമാണ്, അവൾ ഒരിക്കലും ഇങ്ങനെ പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും അർജുന് പുറത്തു വേറെ പെൺകുട്ടികളുമായി ബന്ധമുണ്ടോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. നീ എന്തൊക്കെയാണ് അർജുൻ ഈ ചെയ്യുന്നത്? വീട്ടിൽ ഇപ്പോൾ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണക്കാരനായി മാറി. ഇപ്പൊ പോരാത്തതിന് ആ വിവേകുമായൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടാണോ പുറത്ത് വേറൊരു പെണ്ണിനോടൊപ്പം? ഛേ, എന്റെ മോളെ നീ ചതിക്കുവാണോ? മഹാദേവൻ അവനോട് ദേഷ്യപ്പെട്ടു. പ്രയാഗ ഇതെല്ലാം അക്ഷമയോടെ നോക്കി നിന്നു. അവൻ എങ്ങനെയുള്ളവനാണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നീ ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല. മനജ നിനക്ക് വേണ്ടി നല്ല ആലോചനകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോ അത് തടഞ്ഞിട്ട് ഇപ്പോൾ അവൻ പുറത്തുപോയി വേറെ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു, രേണുക ദേഷ്യത്തോടെ പറഞ്ഞു. ഇത്തവണ രേണുക അത്രയും അവനെ ശകാരിച്ചിട്ടും പ്രയാഗ ഇടപെട്ടില്ല. എന്താ അർജുൻ, രേണുക പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മഹാദേവൻ അക്ഷമനായി പറഞ്ഞു. അയ്യോ അച്ഛാ, ഞാനൊരു പെൺകുട്ടിയുടെ അടുത്തും പോയിട്ടില്ല. ഇന്ന് ഒരുത്തി എന്റെ പുറകെയാണ് വന്നത്. പ്രയാഗയെ നോക്കി അർജുൻ സത്യം തുറന്നു പറഞ്ഞു. പ്രയാഗ അവന്റെ വാക്കുകൾ കാര്യമായി എടുത്തില്ല. എന്നാൽ മഹാദേവനും രേണുകയും അത് ഗൗരവമായി എടുത്തിരുന്നു. അയ്യടാ, അവൻ എത്ര നന്നായി കള്ളം പറയുന്നു എന്ന് നോക്കണേ. ആ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നുപോലും. ഈ സംഭവത്തോടെ ഇനി നിനക്ക് എന്റെ മകളുടെ അസിസ്റ്റന്റ് ആയിരിക്കാനുള്ള യോഗ്യതയില്ല. പണ്ടത്തെ പോലെ നിന്റെ ജ്യൂസ് കടയിലേക്ക് തന്നെ പോയിക്കോ, രേണുക ദേഷ്യത്തോടെ അർജുനോട് പറഞ്ഞു. അമ്മേ മതി, അർജുൻ പറയട്ടെ സംഭവിച്ചത് എന്താണെന്ന്, പ്രയാഗ പറഞ്ഞു. അവൻ ഇനി മറ്റെന്താണ് പറയാനുള്ളത്? അവൻ പറഞ്ഞത് മുഴുവൻ നമ്മൾ കേട്ടു കഴിഞ്ഞു. അവൻ സത്യം സമ്മതിച്ചു. ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാപമാണോ ചെയ്തത്, രേണുക സങ്കടത്തോടെ പറഞ്ഞു. അർജുൻ, എന്തിനാ ആ പെണ്ണ് നിന്നെ തേടി വന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എവിടേക്കാ പോയത്? സഹിക്കട്ട്, പ്രയാഗ ചോദിച്ചു. പ്രയാഗ, അത് ഗായത്രി നായരാണ്. അവളാണ് എന്റെ പുറകെ വന്നത്. എന്നിട്ട് അവളുടെ കൂടെ ജോലി ചെയ്യാൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടു. പ്രയാഗയുടെ കണ്ണുകളിലേക്ക് നോക്കി അർജുൻ ആത്മാർത്ഥമായി പറഞ്ഞു. പിന്നെ അത്രയും വലിയ കുടുംബത്തിലൊരു കുട്ടി നിന്റെ പുറകെ വരും, രേണുക പുച്ഛത്തോടെ പറഞ്ഞു. വിശ്വസിക്കാവുന്ന എന്തെങ്കിലും കള്ളം പറയൂ അർജുൻ, മഹാദേവനും പറഞ്ഞു. അർജുൻ പ്രയാഗയെ നോക്കി. അവരൊന്നിച്ച് താമസിക്കുന്ന ഈ 2 വർഷത്തിനിടയിൽ അർജുൻ ഒരിക്കലും അവളോട് കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, പ്രയാഗ അർജുനെ ഒരു പുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു. പ്രയാഗ, നീ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി, എനിക്ക് വേറെ ആരെയും വിശ്വസിപ്പിക്കണ്ട, അർജുൻ പറഞ്ഞു. എന്താ, നിനക്ക് വട്ടാണോ പ്രയാഗ? അവൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? നീ എന്തിനാണ് ഇപ്പോഴും അവന്റെ കൂടെ ജീവിച്ച് ജീവിതം നശിപ്പിക്കുന്നത്? ഇപ്പോഴും ഒന്നും അവസാനിച്ചിട്ടില്ല. ഇവനെ കളഞ്ഞിട്ട് നീ നിന്റെ ജീവിതം നന്നാക്കാൻ നോക്ക്, രേണുക പറഞ്ഞു. അല്ല അർജുൻ, ഗായത്രി നിനക്കൊരു ജോലി ഓഫർ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നീ എന്തു പറഞ്ഞു, മഹാദേവൻ ചോദിച്ചു. അവളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു, അർജുൻ അയാൾക്ക് ഉത്തരം നൽകി. അധ്യായം 28. അവൾ അതിന് എന്ത് ജോലിയാ നിനക്ക് ഓഫർ ചെയ്തത്, രേണുക അർജുനോട് ചോദിച്ചു. അവളുടെ അസിസ്റ്റന്റ് ആകണമെന്നും എനിക്ക് പ്രതിവർഷം 10 ലക്ഷം രൂപ ശമ്പളം തരുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അവളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് വരെ ആകാമെന്നും അതിനനുസരിച്ചുള്ള സാലറി തരാമെന്നും പറഞ്ഞു, അർജുൻ പറഞ്ഞു. ഒന്ന് മതിയാക്കടാ നിന്റെ ഈ നുണപറച്ചിൽ, രേണുക പൊട്ടിത്തെറിച്ചു. അത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നുള്ള ഗായത്രി നിന്നെ നേരിട്ട് കണ്ട് അവളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് വരെ ആക്കാമെന്ന് പറഞ്ഞത്രേ. എന്നിട്ട് നീ അത് വേണ്ടെന്ന് വെച്ചു. ഇത്രയും വലിയ തമാശ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല, രേണുക പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും ഇവളുമൊക്കെ മന്ദബുദ്ധികളാണെന്നാണോ നീ കരുതിയത്? നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ, മഹാദേവനും അമർഷത്തോടെ ചോദിച്ചു. നീ ആ വിവേകിനെ അപമാനിച്ചു വിട്ടിട്ട് അതേ ഫാമിലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിൽ നിന്നെ ജോലിക്ക് കയറ്റാൻ അവിടെയുള്ളവർ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ, രേണുക വീണ്ടും ചോദിച്ചു. നീ അവിടെ വെച്ച് വിവേകുമായി ഉടക്കിയപ്പോ തന്നെ അവർ നിന്നെ നോട്ടമിട്ട് കാണണം. നിന്നെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. അവരുടെ ആൾക്കാർ ഇനി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്നാ എന്റെ പേടി, മഹാദേവൻ അല്പം ഭയത്തോടെ പറഞ്ഞു. അതേ ദേവേട്ടാ, ഈ നാശം പിടിച്ചവൻ കാരണം നമ്മൾ കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അർജുൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി മുതൽ പുറത്തെവിടെയും നീ പ്രയാഗയുടെ ഭർത്താവാണെന്നോ പാലക്കൽ തറവാട്ടിലെ അംഗമാണെന്നോ പറയരുത്. സത്യം പറഞ്ഞാൽ ആ വിവേക് ഒരു നല്ലവനാ.
പ്രയാഗയ്ക്ക് വേണ്ടി എത്ര വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് അവൻ വാങ്ങിയതെന്ന് കണ്ടോ? ഈ 2 വർഷത്തിനിടയിൽ ഇവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സമ്മാനം നീ വാങ്ങിയിട്ടുണ്ടോ? എന്ത് കണ്ടിട്ടാണാവോ അച്ഛൻ ഇവനെ എന്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചത്? അവർ അർജുനെ നോക്കി പറഞ്ഞിട്ട് മഹാദേവന് നേരെ തിരിഞ്ഞു. ദേവേട്ടാ, നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും ഇവനെ ഇഷ്ടമായിരിക്കും. പക്ഷെ അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, അവൻ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഗായത്രിയുടെ കൂടെ പോകുകയോ വൈസ് പ്രസിഡന്റ് ആകുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, രേണുക കലിയടങ്ങാതെ പറഞ്ഞു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇത് അർജുൻ വാങ്ങിയ വീടാണ്. ഇവിടെ നിന്നും അവൻ പോകണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? പ്രയാഗ വിഷമത്തോടെ ചോദിച്ചു. അതെങ്ങനെയാ ഇത് അർജുൻ വാങ്ങിയ വീടാവുന്നത്? അവൻ ഈ വീട് വാങ്ങിക്കാനുള്ള പണം കിട്ടിയത് നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറിയതിനു ശേഷമല്ലേ? അല്ലാതെ ആ ജ്യൂസ് കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവൻ ഒരിക്കലും ഈ വീട് വാങ്ങിക്കുമായിരുന്നില്ല. അത് മാത്രമല്ല, ഈ വീടിന്റെ പ്രമാണമെല്ലാം നിന്റെ പേരിലാണ്. അപ്പോൾ ഈ വീട് നിന്റേതാ, അവന്റെ അല്ല. ഇവിടെ നിന്നും പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആ വിവേകിന് നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ അവനൊരു നല്ലവനാ. എന്റെ മോൾക്ക് നന്നായി ചേരും, രേണുക പ്രയാഗയോട് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് അർജുന്റെ ഹൃദയം തകർന്നു. രേണുകയ്ക്ക് പണത്തിന്റെ മേൽ ഭ്രാന്താണെന്ന് അവൻ എപ്പോഴും അറിയാമായിരുന്നു. പക്ഷേ വിവേക് കൊടുത്ത സമ്മാനങ്ങൾ കണ്ട് അവർ ഇത്തരത്തിൽ സ്വയം അധപ്പതിക്കുമെന്ന് അവൻ കരുതിയില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാനും വിവേകും തമ്മിൽ ഇന്ന് ഒരിക്കൽ മാത്രമാണ് കണ്ടത്. അവൻ ആരാ എന്താ എന്നറിയുക പോലുമില്ല. എന്നിട്ട് ഞാൻ അവനെ വിവാഹം കഴിക്കണമെന്നോ? പ്രയാഗ ദേഷ്യത്തോടെ ചോദിച്ചു. നീ ആദ്യമായി ആയിരിക്കും അവനെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അവന് നിന്നെ പണ്ടേ ഇഷ്ടമായിരിക്കണം. അതുകൊണ്ടല്ലേ അവൻ നിനക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ കൊണ്ടുതന്നത്. അർജുൻ അവനെ അത്രമാത്രം അപമാനിച്ചിട്ടും നിന്നെയോ നമ്മുടെ കുടുംബത്തെയോ പറ്റി ഒരക്ഷരം പോലും മോശമായി പറഞ്ഞില്ലല്ലോ അവൻ. എന്നാൽ ദേ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇവൻ കണ്ട പെമ്പിള്ളേരുടെ കൂടെ ചുറ്റിക്കറങ്ങാനാണ് പോയത്. അങ്ങനെയുള്ള ഒരുത്തനെ ഒഴിവാക്കി ആ വിവേകിനെ സ്വീകരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിന്റെ ലൈഫ് തന്നെ സേഫ് ആകുമോളെ, രേണുക കൂർമ്മ ബുദ്ധിയോടെ പറഞ്ഞു. പ്രയാഗ ദേഷ്യം കൊണ്ട് ചുണ്ടുകൾ ശക്തിയായി കടിച്ചു. വിവേക് കൊണ്ടുവന്ന സമ്മാനങ്ങൾ കണ്ടപ്പോൾ അമ്മയുടെ കണ്ണു മഞ്ഞളിച്ചു. ഇനി അർജുനെ ഇറക്കി വിടുന്നതിൽ നിന്ന് എങ്ങനെ അമ്മയെ തടയുമെന്ന് അവൾ ചിന്തിച്ചു. നോക്കു പ്രയാഗ, അച്ഛന് വയസ്സായി വരികയാ. ഈ അർജുനാണെങ്കിൽ എന്നും ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇങ്ങനെ പോയാൽ ടെൻഷൻ അടിച്ച് ദേവേട്ടൻ എന്തെങ്കിലും ആയിപ്പോകുമോ എന്നാ എന്റെ പേടി, രേണുക തന്ത്രപരമായി മുന്നറിയിപ്പ് നൽകി. എന്ത് പറയണമെന്ന് അറിയാതെ പ്രയാഗ കുഴങ്ങി. അർജുനെ നോക്കാൻ പോലും അവൾക്ക് വിഷമം തോന്നി. തന്റെ മാതാപിതാക്കളെ ഒരിക്കലും തിരുത്താൻ കഴിയില്ലെന്ന നിസ്സഹായ അവസ്ഥയിൽ അവൾ മുറിയിലേക്ക് പോയി. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഇറക്കി വിടും മുൻപ് നീ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പുറത്തുപോയി നന്നായിട്ട് ജീവിക്കേ. ഇനി ആരെയും ഉപദ്രവിക്കരുത്. ഉടനെ തന്നെ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഡിവോഴ്സ് ചെയ്യിക്കാനുള്ള പരിപാടി നോക്കാം. ദൈവത്തെ ഓർത്ത് അതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വേഗം പോയിക്കോ. രേണുക അത്രയും പറഞ്ഞുകൊണ്ട് വാതിലിന് നേരെ കൈനീട്ടി. ഇനി താനിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ തകർന്ന മനസ്സുമായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഓ, ആ ശല്യം അങ്ങനെ ഒഴിവായി. അവൻ പോകുന്നത് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞ ശേഷം രേണുക സോഫയിലിരുന്ന് സന്തോഷത്തോടെ TV കാണാൻ തുടങ്ങി. അർജുൻ വൃന്ദാവൻ കോളനിയിൽ നിന്നും പുറത്തിറങ്ങി പാതിരാത്രിയിലെ തണുത്ത കാറ്റേറ്റ് റോഡിലൂടെ നടന്നു. അതിനിടയിൽ പ്രയാഗയുടെ മെസ്സേജ് വന്നതും അവൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. അർജുൻ, എന്റെ അമ്മയുടെയും അച്ഛന്റെയും പെരുമാറ്റത്തിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ദയവായി അവരെ വെറുക്കരുത്. നിന്നെ ഉടനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തെങ്കിലും ചെയ്യാം. പ്ലീസ് ടേക്ക് കെയർ. അതായിരുന്നു മെസ്സേജ്. അത് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എനിക്ക് പുറത്ത് കുറച്ചധികം പണിയുണ്ട്. എന്നെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. അവൻ തിരിച്ച് മെസ്സേജ് ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം അവളുടെ ഒരു മെസ്സേജിൽ ഇല്ലാതായത് ഒരു പുഞ്ചിരിയോടെ അവൻ തിരിച്ചറിഞ്ഞു. താമസിക്കാൻ ഒരു വീട് വേണല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? ആരെയാ വിളിക്കുക? അർജുൻ ആലോചിച്ചു. അതേസമയം തന്നെ മോഹൻ അവന്റെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ അർജുൻ സർ, സുഖമാണോ? മോഹൻ ചോദിച്ചു. ഹലോ മോഹൻ, താൻ കറക്റ്റ് ടൈമിലാണ് വിളിച്ചത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വില്ല വേണം. തനിക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ കഴിയുമോ? അർജുൻ മോഹനോട് ചോദിച്ചു. മോഹൻ സന്തോഷത്തോടെ പറഞ്ഞു. ഓക്കെ മോഹൻ, ഞാൻ വൃന്ദാവൻ കോളനിയുടെ എൻട്രൻസ് ഗേറ്റിൽ ഉണ്ടാവും. താൻ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ഒരു വലിയ കാർ റോഡ് സൈഡിൽ വന്നു നിന്നു. അതിൽ നിന്നും ഫോർമൽ ഡ്രസ് ധരിച്ച് മോഹൻ പുറത്തിറങ്ങി. അർജുൻ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു.
അർജുൻ കാറിൽ കയറിയിരുന്ന ശേഷം മോഹനും കയറിയിരുന്നു. ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. അർജുൻ സാർ, ഞാൻ സാറിന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്ന് സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ വില്ല ഏതാണ്? അർജുൻ ചോദിച്ചു. ഇത് കേട്ടതും മോഹന്റെ കണ്ണുകൾ തിളങ്ങി. അർജുൻ സാർ, ഞങ്ങളുടേത് ഏറ്റവും മികച്ച വില്ലയാണ്. പിന്നെ എവർഗ്രീൻ റിയൽ എസ്റ്റേറ്റിന്റെ മജസ്റ്റിക് വില്ലാസ് ഉണ്ട്. സാധാരണഗതിയിൽ എത്ര പണമുണ്ടായാലും അത് വാങ്ങാൻ കഴിയില്ല. കാരണം ആ വില്ലകൾ ലേലത്തിൽ വിൽക്കുകയാണ് പതിവ്. പക്ഷേ അർജുൻ സാറിന് അത് വാങ്ങണമെങ്കിൽ ഞാൻ എല്ലാം തീർത്ത് ഇന്ന് രാത്രി തന്നെ സാറിന് ആ വീട്ടിൽ താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം, മോഹൻകുമാർ പറഞ്ഞു. ശരി, എങ്കിൽ മജസ്റ്റിക് വില്ലാസിലേക്ക് പോകാം. ആ സ്ഥലത്ത് വളരെ വലിയ സെലിബ്രിറ്റീസും ഹൈ ഒഫീഷ്യൽസും ഒക്കെയാണ് താമസം. സാധാരണ വില്ലകളെക്കാൾ ഇരട്ടി വില നൽകിയാലേ അവിടെ ഒരു വില്ല സ്വന്തമാക്കാൻ പറ്റൂ. ഇപ്പോൾ അവിടുത്തെ ഒരു വില്ലയ്ക്ക് ഏകദേശം 10 കോടി രൂപയോളം വില വരും, മോഹൻ അർജുനോട് പറഞ്ഞു. മോഹൻകുമാറിനും മജസ്റ്റിക് വില്ലാസിൽ ഷെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു വില്ല അർജുന് വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. വില്ലയുടെ വില ഒരു പ്രശ്നമല്ല മോഹൻ, അർജുൻ നിസ്സാരമായി പറഞ്ഞു. ഓക്കെ സർ, പക്ഷേ സാർ എന്തിനാ ഈ സമയത്ത് ഒരു വില്ല നോക്കുന്നത്? മോഹൻ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി മോഹൻ. എനിക്കിപ്പോൾ താമസിക്കാൻ ഒരു വീടില്ല. അവനൊരു സാധാരണ കാര്യം പോലെ പറഞ്ഞതും മോഹൻ ഞെട്ടിപ്പോയി. അതെന്താ സാർ? ആർക്കാണ് ഇത്ര ധൈര്യം സാറിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ? ആർക്കാണെങ്കിലും അവർക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ വൃന്ദാവൻ കോളനിയുടെ സകല അധികാരം എന്റെ കയ്യിലാണ്. ഇപ്പോൾ തന്നെ ഞാൻ അവരെ ഈ കോളനിയിൽ നിന്ന് പുറത്താക്കും. എന്നിട്ട് സാറിന്റെ വീട് ഞാൻ തിരികെ തരും, മോഹൻ ആവേശത്തോടെ പറഞ്ഞു. എന്നെ എന്റെ അമ്മായിയമ്മയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, അർജുൻ ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. അത് കേട്ട് വീണ്ടും ഞെട്ടിയ മോഹൻ പിന്നീട് സംസാരിക്കാൻ ഒരു വിഷയവും ഇല്ലാത്തതുപോലെ മിണ്ടാതിരുന്നു. അർജുനും മിണ്ടാതെയിരുന്നു. സാറിന് ദേഷ്യം തോന്നുന്നില്ലേ സാർ? മോഹൻ മടിച്ചു ചോദിച്ചു. പക്ഷേ അവൻ ആ ചോദ്യത്തെ അവഗണിച്ച്, മോഹൻ, ആരാണ് ഈ എവർഗ്രീൻ റിയൽ എസ്റ്റേറ്റിന്റെ ഓണർ എന്ന് ചോദിച്ചു. എവർഗ്രീൻ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ മറുപടി പറഞ്ഞു. സാർ, അതിനു പിന്നിൽ മൂർത്തി ഫാമിലിയാണ്. എന്നാൽ കമ്പനിയുടെ ചെയർമാൻ ഒരിക്കലും നേരിട്ട് വരില്ല. എല്ലാം ബിനാമികൾ കൊണ്ടുള്ള കളിയാ, മോഹൻകുമാർ ദേഷ്യത്തോടെ പറഞ്ഞു. മൂർത്തി ഫാമിലിയോ? അർജുൻ ആകാംക്ഷയോടെ ചോദിച്ചു. ആ സാർ, സാറിന് രാഹുലിനെ അറിയുമോ? മോഹൻ ചോദിച്ചു. രാഹുലിന്റെ പേര് പറയുമ്പോൾ തന്നെ മോഹന്റെ സ്വരത്തിൽ ദേഷ്യം പ്രകടമായി. എനിക്കറിയാം മോഹൻ, ഈ കമ്പനിയുടെ ചെയർമാൻ അവനാണല്ലേ? മോഹൻ, തനിക്ക് എന്നോട് ഈ കാര്യം പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അർജുൻ ചോദിച്ചു. സാർ, ആദ്യം എന്നോട് ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമാണ് സാറുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, മോഹൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും പറയാതെ അർജുൻ അവനെ നോക്കി. മോഹൻകുമാറിന്റെ മുഖം ഗൗരവമായി. സാറും രാഹുലും ശത്രുക്കളാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഞാൻ അവന്റെ ഫാമിലിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 10 വർഷത്തോളം ഞാനാണ് ആ കമ്പനി പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്നത്. ആ രാഹുലും കുടുംബവും എന്നിട്ട് എന്നോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവരുടെ ലാഭത്തിനു വേണ്ടി എന്റെ ഭാര്യയെ അവർ പലർക്കും കാഴ്ചവെച്ചു. എന്നെ അവർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ പോലെ ആക്കി മാറ്റി. ഞാൻ എതിർത്തപ്പോൾ അവൻ എന്നെ പലതവണ തല്ലി. ചെയ്യാത്ത പല കുറ്റങ്ങളും ആരോപിച്ച് എന്നെ തളർത്തി. അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് വരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നെ കാണാൻ സൈലന്റായി തോന്നുമെങ്കിലും എന്റെ ഉള്ളിൽ പക എരിയുകയാണ് സാർ. പലതവണ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിരുന്നെങ്കിലും അവനോടുള്ള പകയാണ് എന്നെ ഇപ്പോ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ, മോഹൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഭാര്യയോ? അർജുൻ വിഷയം മാറ്റാൻ എന്നോണം ചോദിച്ചു. അവളെ ഞാൻ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാനും അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തകർന്നുപോയി, മോഹൻ വളരെയധികം വിഷമത്തോടെ പറഞ്ഞു. മോഹൻ, രാഹുലിന്റെ ഫാമിലിയെ തന്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ ഞാനൊരു അവസരം തരാം, എന്തു പറയുന്നു? അർജുൻ അത് ചോദിച്ചതും അവന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ രക്തം തിളച്ചു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, മോഹൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അർജുൻ അവനെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. രാഹുലിന്റെ ഫാമിലിയുടെ അടിത്തറ അറിയുന്ന ആളാണ് മോഹൻ. അതുകൊണ്ട് തന്നെ അവർക്കൊരു പണി കൊടുക്കാൻ അവനേക്കാൾ നല്ല ഒരാൾ വേറെയില്ല എന്ന് അർജുൻ മനസ്സിൽ ചിന്തിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാർ മജസ്റ്റിക് വില്ലാസിൽ പ്രവേശിച്ചു. അധ്യായം 29. ഒരു പടുകൂറ്റൻ വില്ലയുടെ 2ാമത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അർജുൻ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. ആ പ്രദേശം വളരെ ശാന്തവും സുന്ദരവുമാണ്. അവൻ അങ്ങനെ നിൽക്കവേ മോഹൻ അവിടേക്ക് വന്നു. എന്റെ ജോലി കഴിഞ്ഞു. ഇനി മുതൽ ഈ വില്ല നിങ്ങളുടെ കൺട്രോളിലാണ്. ഇത് വില്ലയുടെ രേഖകളാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി വളരെ സ്ട്രോങ് ആണ്.
അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ലീക്കാവില്ല. മോഹൻ പേപ്പറുകൾ അവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ മോഹൻ, താൻ ജനറൽ മാനേജർ ആയിരിക്കുന്ന വൃന്ദാവൻ റിയൽ എസ്റ്റേറ്റിൽ എത്ര ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്? അത് നമ്മുടെ സ്വന്തമാക്കാൻ എത്ര കാശ് വേണ്ടിവരും? അർജുൻ ചോദിച്ചു. അവിടെ 7 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും ടോട്ടൽ ഷെയർ എമൗണ്ട് ഏകദേശം 100 കോടി രൂപയോളം വരും. മോഹൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞു. ഈ കാർഡ് കൊണ്ടുപോയിട്ട് 200 കോടി രൂപ പിൻവലിക്കേ. വൃന്ദാവൻ ഇനി നമ്മുടെ കൺട്രോളിൽ വരണം. എവർഗ്രീൻ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അർജുൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് അവനെ ഏൽപ്പിച്ചു. മോഹൻ ആവേശത്തോടെ അത് വാങ്ങിച്ചു. ശരി സാർ, ഞാൻ ഇപ്പോൾ തന്നെ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തേക്കാം. വൃന്ദാവൻ റിയൽ എസ്റ്റേറ്റ് ഏകദേശം എന്റെ കൈക്കുള്ളിൽ തന്നെയാണ് ഇനി മുതൽ. അത് ഒഫീഷ്യലായിട്ട് നമ്മുടെ കയ്യിൽ വരും. എനിക്ക് എവർഗ്രീന്റെ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം നന്നായി അറിയാം. എന്തൊക്കെയാ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ പോയി ചെയ്തോളാം. ആ കുടുംബത്തിനോട് കടുത്ത പകയുണ്ടായിരുന്നിട്ടും ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. അതിന് കാരണം ഭാവിയിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി ഓർത്താണ്. എന്നാൽ ഇപ്പോൾ എനിക്കൊപ്പം സാറുണ്ടല്ലോ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ധൈര്യത്തോടു കൂടി അത് നേരിടും. മോഹൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നമുക്കെല്ലാം ശരിയാക്കാം. അതിനുള്ള സമയം ഉടനെ തന്നെ വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യേ, അർജുൻ നിർദ്ദേശിച്ചു. ശരി സാർ, മോഹൻ മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. രാഹുലിന്റെ കുടുംബത്തിന്റെ അടിത്തറ കുലുങ്ങി തുടങ്ങി. അർജുൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് അവൻ മുറിയിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ അർജുൻ റെഡിയായി ഒരു ക്യാബ് ബുക്ക് ചെയ്തു. ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി 20 മിനിറ്റ് കൊണ്ട് ശ്രാവണ ടവറിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ ഹർഷൻ അവന് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും ഹർഷൻ ധൃതിയിൽ അവന്റെ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് സർ. മാഡം അകത്തേക്ക് പോയി കഴിഞ്ഞു, ഹർഷൻ അർജുനോട് പറഞ്ഞു. ശരി, എനിക്ക് കുറച്ച് ദിവസത്തേക്ക് മാഡത്തിന്റെ ഒപ്പം വരാൻ കഴിയില്ല. അതുകൊണ്ട് അവളെ നല്ലോണം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും എന്നെ ഉടനെ വിളിക്കണം, അർജുൻ ഹർഷനോട് പറഞ്ഞു. ഉറപ്പായും സർ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ എന്തുകൊണ്ടാ സാർ ഇന്ന് മാഡത്തിന്റെ ഒപ്പം വരാതിരുന്നത്? ഇന്ന് കാറിൽ കയറിയ സമയം മുതൽ മാഡവും നല്ല മൂഡ് ഓഫ് ആയിരുന്നു, ഹർഷൻ പറഞ്ഞപ്പോൾ അർജുൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ന് ഇവിടുത്തെ സെക്യൂരിറ്റീസ് സാറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, ഹർഷൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അവര് പറഞ്ഞത്? അർജുൻ സംശയത്തോടെ ചോദിച്ചു. സാറിന്റെ അമ്മായിയമ്മ സാറിനെ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്താക്കി, സാറിന് ഇന്നലെ ഫുട്പാത്തിൽ കിടക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ടായി. അതുമല്ല, പ്രയാഗ മാഡം സാറിനെ ഡിവോഴ്സ് ചെയ്ത് വേറെ ഏതോ വലിയ കുടുംബത്തിലെ ഒരാളെ വീണ്ടും വിവാഹം കഴിക്കുമെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി അതാണ് ഇപ്പൊ എല്ലാവരുടെയും സംസാര വിഷയം. ഹർഷൻ ഗൗരവത്തോടെ അർജുൻ എല്ലാം വിശദീകരിച്ചു. ഓ, ഓഫീസിൽ നേരത്തെ തന്നെ വാർത്ത എത്തിയല്ലോ. രേണുകയുടെയും വനജയുടെയും പണിയായിരിക്കും ഇത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അർജുൻ ചിരിച്ചു. അവർ പറഞ്ഞത് ശരിയാണ് ഹർഷൻ. എന്റെ അമ്മായിയമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മാഡത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഞാൻ തിരിച്ചവളുടെ അരികിലെത്തും വരെയെങ്കിലും. അർജുൻ അവന് മറുപടി കൊടുത്തു. എങ്ങനെയാണ് അവർക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചത് എന്നായിരുന്നു ആ സമയം ഹർഷൻ മനസ്സിലോർത്തത്. ശരി സാർ, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാഡത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അതുപോലെ സാറും സുരക്ഷിതനായിരിക്കണം, അയാൾ അവനോട് പറഞ്ഞു. തീർച്ചയായും ഹർഷൻ, എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ഓഫീസിലെ എന്റെ അവസാന ദിവസമായിരിക്കുമെന്നാണ്. അതും പറഞ്ഞുകൊണ്ട് അർജുൻ ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം ഒരു 100 മീറ്റർ മാറി വിവേകും അവന്റെ കൂട്ടുകാരും അർജുനെ രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു. വിവേക് അവൻ അകത്തേക്ക് പോയി. നമുക്ക് കൂടെ പോയാലോ, അതുൽ ചോദിച്ചു. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. അവൻ അകത്തേക്ക് പോട്ടെ. അവിടെ ചെന്ന് അവൻ നാണം കെട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ അവന്റെ മുഖത്തടിക്കും. ആ നിമിഷം ശ്രാവണ ജ്വല്ലറിയിൽ എനിക്ക് പ്രത്യേകം ഒരു സ്ഥാനമുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഞാൻ അവരുടെ ഭാവി മരുമകനാകാൻ പോകുന്നതുകൊണ്ട്. വിവേക് പറഞ്ഞതും അവന്റെ കൂട്ടുകാർ അഭിമാനത്തോടെ ചിരിച്ചു. ഗ്രേറ്റ് ഐഡിയ വിവേക്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല, ഇന്ന് അവനെ ഓഫീസിൽ നിന്ന് കൂടി പുറത്താക്കും. കൂടാതെ അവന്റെ സുന്ദരിയായ ഭാര്യയെ നീ നിന്റെ സ്വന്തമാക്കാനും പോവുകയാണ്, മിഥുൻ പറഞ്ഞു. അതാണ് പണത്തിന്റെ പവർ. ഈ നിമിഷം മുതൽ പ്രയാഗ എന്റെ കയ്യിലെ വെറും ഒരു കളിപ്പാവ് മാത്രമായിരിക്കും, വിവേക് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ പറഞ്ഞു. അവൻ അകത്തേക്ക് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കയറി പോകാമെന്നാൽ, അതുൽ നിർദ്ദേശിച്ചു. വിവേക് കാർ ശ്രാവണ ടവറിനകത്തേക്ക് കയറ്റി. അതേസമയം അതിനടുത്തുള്ള ഒരു ബിൽഡിംഗിൽ നിന്ന് 2 ആൾക്കാർ ബൈനോക്കുലർ വഴി അർജുൻ ഓഫീസിനകത്തേക്ക് പോകുന്നതും അവനെ പിന്തുടർന്ന് വിവേക് പോകുന്നതും എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാഡം, വിവേക് സാർ ടവറിനകത്തേക്ക് കയറാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് അർജുൻ സാറിനെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഈ പോക്ക് എന്നാ.
ഗായത്രിയുടെ അസിസ്റ്റന്റായ ബാലാജി പറഞ്ഞു. ഗായത്രി ഒന്ന് പുഞ്ചിരിച്ചു. നമ്മൾ അർജുൻ സാറിനെ സഹായിക്കാനല്ലേ വന്നത്, അപ്പോ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയാലോ? ശിവാജി ചോദിച്ചു. നോ, ഇപ്പൊ വേണ്ട, ഗായത്രി പറഞ്ഞു. ഗായത്രിയുടെ മറുപടി കേട്ട് അവളുടെ അസിസ്റ്റന്റായ ബാലാജിയും ശിവാജിയും സംശയത്തോടെ പരസ്പരം നോക്കി. ഗായത്രി ഗൂഢമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. നിങ്ങൾ ഞെട്ടിയോ? ഞാൻ പറഞ്ഞു തരാം. അതായത്, ഒരാൾക്ക് വയറ് നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ അവർക്ക് ബിരിയാണി നൽകിയാലും അവർ വേണ്ട എന്ന് തന്നെ പറയും. പക്ഷേ അവർ പട്ടിണി കിടക്കുകയാണെങ്കിലോ പഴയ ഭക്ഷണം പോലും അവർ കഴിക്കും. പാലക്കൽ മൈത്രേയനും എന്റെ മണ്ടൻ വിവേകും ഇതിനോടകം അർജുനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞാൽ വിവേക് അവനെ ലക്ഷ്യമിടും. അർജുനെ അവൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവനെ രക്ഷിക്കാൻ ചെല്ലണം. എന്നിട്ട് എന്ത് വില കൊടുത്തും അവന്റെ ജീവൻ രക്ഷിക്കണം. നമ്മൾ അവന്റെ ജീവൻ രക്ഷിച്ചതിനാൽ അർജുൻ എന്നെ ബഹുമാനിക്കുക മാത്രമല്ല, ഞാൻ വാഗ്ദാനം ചെയ്ത ജോലി സ്വീകരിച്ച് എന്നെ അനുസരിക്കുകയും ചെയ്യും. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് തിരിച്ചറിയാനാവാത്ത ഒരു ഭാവമുണ്ടായിരുന്നു. അവൻ എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന്, മാഡം, നിങ്ങളാണ് എന്റെ ദൈവം, എന്റെ രക്ഷക എന്ന് പറഞ്ഞ് നന്ദിയോടെ അവൻ എന്നെ നോക്കും. ഉറക്കെ ചിരിച്ചുകൊണ്ട് ഗായത്രി തുടർന്നു. അവളുടെ ചിരി കണ്ട് ഭയന്ന ബാലാജിയും ശിവാജിയും ആശങ്കയോടെ പരസ്പരം നോക്കി. മാഡം, കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിലോ എന്ന ഒരു ആശങ്ക എനിക്കുണ്ട്. അറിഞ്ഞിടത്തോളം ആ അർജുൻ ഒരു സാധാരണക്കാരനല്ല, ശിവാജി ജാഗ്രതയോടെ ചോദിച്ചു. ആ ഒറ്റ ചോദ്യം കൊണ്ട് ഗായത്രിയുടെ സ്വപ്നമെല്ലാം തകർന്നു. അവൾ ദേഷ്യത്തോടെ ശിവാജിയെ നോക്കി. ശിവാജി പറഞ്ഞതും ശരിയാണ് മാഡം. അർജുൻ കാണുന്നത് പോലെ സാധാരണക്കാരനല്ല. ഇന്നലെ അർജുനെ ഫോളോ ചെയ്യാൻ മാഡം പറഞ്ഞിരുന്നില്ലേ? അതനുസരിച്ച് നമ്മൾ അവന്റെ പിറകെ പോയി. ഇന്നലെ രാത്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ജനറൽ മാനേജറായ മോഹൻ എന്ന ആളുമായി ചേർന്ന് മജസ്റ്റിക് വില്ലാസിലേക്കാണ് അവൻ പോയത്. ആ സ്ഥലത്ത് വളരെ ടൈറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണുള്ളത്. ഒരാൾ പോലും അവിടുത്തെ ക്യാമറ വെട്ടിച്ച് അകത്തോട്ട് പോകില്ല. അവൻ അകത്ത് എന്താണ് ചെയ്തതെന്നോ ആരെയാണ് കണ്ടുമുട്ടിയതെന്നോ കണ്ടെത്താൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ആ മാനേജർ മോഹൻകുമാറുമായി ഞാൻ പിന്നീട് കണ്ടുമുട്ടി. പക്ഷെ അർജുനെ കുറിച്ച് ഞങ്ങൾക്ക് അയാളിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല, ബാലാജി പറഞ്ഞു. ഒന്നുമില്ലാത്ത അർജുനെ പോലെയുള്ള ഒരാൾ മജസ്റ്റിക് വില്ലാസിൽ എന്താ ചെയ്യുന്നത്? ഇന്നലെ രാത്രി വീട് വിട്ടിറങ്ങുമ്പോൾ വിവേക് തന്നെ ആക്രമിക്കുമോ എന്ന് അവൻ പേടിച്ചിട്ടുണ്ടാകില്ലേ? തീർച്ചയായും അവൻ ആരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടാകും. ഒരുപക്ഷെ മോഹൻ അവന്റെ സുഹൃത്തായിരിക്കാം. പക്ഷെ വിവേകിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയൊന്നും മോഹനില്ല. വിവേകിനെ എതിർക്കാൻ ആർക്കെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അവൻ എന്തായാലും എന്റെ അടുത്തേക്ക് തന്നെ വരേണ്ടി വരും, ഗായത്രി മനസ്സിൽ ചിന്തിച്ചു. അർജുൻ ഇനിയും എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ അവൻ തീർച്ചയായും വിവേകിന്റെ കൈകൊണ്ട് മരിക്കും. ഇന്നലെ എന്റെ ഫ്രണ്ട് ആകാൻ പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞത്? എനിക്ക് അതിനുള്ള യോഗ്യതയില്ലെന്നല്ലേ? ഇങ്ങനെ ദുശാഠ്യമുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്റെ സഹായം അവൻ എങ്ങനെ വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഗായത്രി വീണ്ടും ചിന്തകളിലേക്ക് വഴുതി വീണു. മാഡം, നിങ്ങൾ അർജുന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞതുപോലെ പാലക്കൽ കുടുംബത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുപ്പയിൽ കിടക്കുന്ന മാണിക്യമാണ് അർജുൻ, ഗായത്രിയുടെ പുറകിൽ നിന്നുകൊണ്ട് വൈദ്യനാഥൻ പറഞ്ഞു. എന്നാലും വൈദ്യനാഥൻ, അവൻ എന്തു പറ്റി? അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടും അവരുടെ കമ്പനിയിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യാൻ അവന് എങ്ങനെ കഴിയുന്നു? അവൻ എന്തോ പ്രത്യേക കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് കൊണ്ട് അവന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഗായത്രി പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ഈ പെണ്ണിന് ഭ്രാന്താണോ? ഒന്നും ചെയ്യാൻ പദ്ധതിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ബിൽഡിംഗ് 6 ലക്ഷം രൂപ കൊടുത്ത് വാടകയ്ക്കെടുത്തത്? ബാലാജിയും ശിവാജിയും അത്ഭുതപ്പെട്ടു. എന്നാൽ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഗായത്രിക്ക് മാത്രമേ അറിയൂ. ഒരിക്കൽ കൂടി അർജുനെ കാണണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. സത്യത്തിൽ അവളുടെ സ്വഭാവം പോലും അവനെ കണ്ടത് മുതൽ മാറാൻ തുടങ്ങിയിരുന്നു. ഒരു കാലത്ത് എപ്പോഴും ദേഷ്യം മാത്രമുള്ളവളായിരുന്നു ഗായത്രി. ഇപ്പോൾ അവൾ കുറച്ച് ശാന്തയായിട്ടുണ്ട്. ഞാൻ ഈ അർജുനെ എന്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ കാത്തിരുന്നു കണ്ടോ? തന്റെ മുന്നിൽ നിൽക്കുന്നവരോട് അതും പറഞ്ഞ് അവൾ ചിരിച്ചു. അതിനിടയിൽ അർജുൻ ശ്രാവണ ടവറിൽ കയറി സീനിയർ എക്സിക്യൂട്ടീവുകളുടെ ഓഫീസുകൾ ഉള്ള നിലയിലേക്ക് പോയി. അവിടെയുള്ള ജീവനക്കാരെല്ലാം വളരെ തിരക്കുള്ള ജോലിയിലായിരുന്നു. അർജുൻ പ്രയാഗയുടെ മുറിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ, അർജുൻ, 1 മിനിറ്റ് അവിടെ നിൽക്ക് എന്ന് ഒരു ആഴത്തിലുള്ള ശബ്ദം കേട്ട് അർജുൻ തിരിഞ്ഞു നോക്കി. പാലക്കൽ മൈത്രേയനും മാധവനും കൂടെ ഒരു സീനിയർ എക്സിക്യൂട്ടീവും അവിടെ ഉണ്ടായിരുന്നു. അർജുൻ അവരെ നോക്കി ചോദിച്ചു. എന്താ വേണ്ടത്? അവൻ ചോദിച്ചു. അർജുൻ, ഓഫീസിലെ നിയമങ്ങൾ നിനക്കറിയില്ലേ? ഞങ്ങൾ നിന്റെ സുപ്പീരിയർ ആണ്. ഞങ്ങളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഇനിയും നിനക്കറിയില്ലേ? മാധവൻ മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. മാധവൻ കൗശലത്തോടെ അർജുനെ നോക്കി.
കഴിഞ്ഞ തവണ പ്രയാഗയുടെ വീട്ടിൽ വെച്ച് അവരെ അപമാനിക്കുകയും ഗൗതമിനെ അധിക്ഷേപിക്കുകയും ചെയ്തത് അയാൾ മറന്നിട്ടില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മാത്രം മതി. അർജുൻ അലസമായി മറുപടി പറഞ്ഞു. നിനക്ക് ഇത്ര അഹങ്കാരമോ? കമ്പനി ഡയറക്ടർമാരുടെ മുന്നിൽ വെച്ചാണ് നീ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം, സീനിയർ എക്സിക്യൂട്ടീവ് ദേഷ്യത്തോടെ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് എല്ലാവരും അർജുനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അതെല്ലാം മാധവൻ സന്തോഷത്തോടെ നോക്കി നിന്നു. നീ പറഞ്ഞത് ശരിയാ മാധവ, ഇവനൊരു അഹങ്കാരി തന്നെ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലെ അറിയില്ല, മൈത്രേയൻ പറഞ്ഞു. ഈയിടെയായി തന്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ്. രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗങ്ങളിൽ ആനന്ദ് തങ്ങളെ ദിവസവും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ വിവേക് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എല്ലാം അർജുൻ കാരണമാണെന്ന് ഓർത്ത് മൈത്രേയന് ദേഷ്യം വന്നു. അർജുൻ, ഇത് നിനക്കുള്ള വക്കീൽ നോട്ടീസാണ്. മാധവൻ അവന്റെ മുന്നിൽ ഒരു പേപ്പർ വെച്ചു. അർജുൻ ആ പേപ്പർ എടുത്ത് താല്പര്യത്തോടെ വായിച്ചു. വിവേകിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനാണ് ഒപ്പിട്ടത്. 30 ലക്ഷം രൂപ വിലമതിക്കുന്ന വിവേകിന്റെ സ്വകാര്യ സ്വത്തായ പുരാതന വസ്തു അർജുൻ തകർത്തുവെന്നും നാശനഷ്ടത്തിന് 30 ലക്ഷവും മാനനഷ്ടത്തിന് 20 ലക്ഷവും ഉടൻ നൽകണമെന്നും അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം. അർജുന് അത് വായിച്ച് ചിരിക്കാൻ തോന്നിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു നിന്നു. അർജുൻ, നീ വിവേകുമായി പ്രശ്നമുണ്ടാക്കിയത് കാരണം കമ്പനിയുടെ സ്റ്റാറ്റസിനാണ് ചീത്തപ്പേര് വീണത്. വിവേക് ഇന്ന് നിന്നെക്കുറിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. ആ സംഭവം കമ്പനിയെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം, മാധവൻ അവനോട് പറഞ്ഞു. സംഭവിച്ചത് സംഭവിച്ചു. ഇത് എന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. അതിന് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല, അർജുൻ പറഞ്ഞു. പുറത്തെന്തോ ബഹളം കേട്ട് പ്രയാഗ തിടുക്കത്തിൽ ഓഫീസിൽ നിന്ന് ഹാളിലേക്ക് വന്നു. എല്ലാവരുടെയും നടുവിൽ അർജുനെ കണ്ട പ്രയാഗ ആകാംക്ഷയോടെ അവന്റെ നേരെ നോക്കി. പ്രയാഗ, നീ കൃത്യസമയത്ത് തന്നെ വന്നു. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഇവൻ എന്താ ചെയ്തതെന്ന് നോക്കൂ. വിവേക് ഇവനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 50 ലക്ഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ ഇത്തരമൊരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ അന്തസ്സിന് എന്ത് സംഭവിക്കും? ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ പറഞ്ഞു. പ്രയാഗ അർജുന്റെ അടുത്ത് ചെന്ന് അവന്റെ കയ്യിൽ നിന്നും വക്കീൽ നോട്ടീസ് വാങ്ങി അതിലേക്ക് നോക്കി. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം വിളറി. 30 എന്ന് ഇവൻ നമ്മുടെ വീട്ടിലെ മരുമകനായി വന്നു കയറിയോ അന്ന് മുതൽ നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ വിവേകുമായി പ്രശ്നമുണ്ടാക്കി വന്നിരിക്കുന്നു. ഇനിയെങ്കിലും നിന്റെ ചെറിയമ്മ പറയുന്നത് കേൾക്ക്. ഇവൻ നിനക്ക് ചേരുന്നവനല്ല.